ചരിത്രം എല്ലാ കാലത്തും മാറ്റി എഴുതപ്പെട്ടുകൊണ്ടേയിരിക്കും. കാരണം ഭൂതകാലം മാറുന്നില്ല, മാറ്റാനും പറ്റില്ല. വർത്തമാനകാലം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. ചരിത്രം എല്ലാ കാലത്തും, ഞാൻ പറയുന്ന ഹിന്ദുത്വം അല്ലെങ്കിൽ ആ രീതിയിലുള്ള സംഘങ്ങൾ ചരിത്രം മാറ്റി എഴുതുന്ന മാതിരിയല്ല. വർത്തമാനകാലം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് വർത്തമാനകാലത്ത് നമ്മെ അലട്ടുന്ന പല പ്രശ്നങ്ങളും ഭൂതകാലത്തിലേക്ക് നോക്കി നമ്മൾ ചോദിക്കും. അങ്ങനെയാണ് പുതിയ വ്യാഖ്യാനങ്ങളും പുതിയ പരിപ്രേക്ഷ്യങ്ങളും ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ചരിത്രത്തെ മറ്റൊരു രീതിയിൽ പറയുന്നത് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഒരു പെർസ്പെക്റ്റീവൽ നോളജാണ്. പെർസ്പെക്റ്റീവൽ, ഒബ്ജക്ടിവിറ്റി ഇല്ല, അവിടെ സബ്ജക്ടിവിറ്റി മാത്രമേ ഉള്ളൂ. മോഡേൺ സൊസൈറ്റിയിൽ നമുക്കതൊരു പാരഡോക്സ് ആയിട്ട് തോന്നാം. മോഡേൺ അല്ലെങ്കിൽ ആധുനികമായ സമൂഹത്തിൽ എങ്ങനെ ജാതി ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജാതി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജാതിയുടെ റെസീലിയൻസ് ആണ്. ജാതിക്ക് തന്നെ മാറാൻ കഴിയുന്നുണ്ട്. പുതിയ പുതിയ ടെക്നോളജികളുടെയും പുതിയ പുതിയ ഭാഷകളിലൂടെയും ജാതി ഒരു പുതിയ ഒരു അവതാരത്തിലൂടെ വരികയാണ്. അപ്പോൾ നമ്മൾ ഈ കാസ്റ്റ് ഇല്ല എന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനോട് പറയുന്നത്, കാസ്റ്റ് ഇല്ല എന്ന് പറയുന്ന വ്യക്തികൾ ഉന്നത ജാതിയിൽ നിന്ന് വരുന്നവരാണ്. മിക്കവാറും കാണുന്ന രചനകളിലെല്ലാം പുരുഷന്മാരുടെ യാത്രകളെ പറ്റിയാണ്. നമ്മൾ കാണുന്ന എല്ലാ ലോക സഞ്ചാരികളെല്ലാം ആണുങ്ങളാണ്. സ്ത്രീകൾ സഞ്ചരിച്ചിരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യത്തിൽ നിന്നാണ് ഈ ഒരു തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് വരുന്നത്. അപ്പൊ അവരിങ്ങനെ വളരെ കൂളായിട്ട് നമ്മൾ കടയിൽ പോയി അല്ലെങ്കിൽ ചന്തയിൽ പോയി ഒരു വാഴക്കൊല വാങ്ങിക്കുന്ന ഒരു രീതിക്ക് തന്നെ ആളുകളെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന കാഴ്ച അവരിങ്ങനെ കൃത്യമായി അവതരിപ്പിക്കുന്നു. പിന്നെ പല നമ്മൾ കൊളോണിയൽ മിഷണറിമാരുടെ റിപ്പോർട്ടുകൾ പരിശോധിച്ചാലും അവിടെ അവർ നേരിട്ട് പോയി മനുഷ്യനെ വാങ്ങിക്കൊണ്ട് വരുന്നൊരു കാര്യം. അപ്പൊ ഇവിടെ ഒരു ചരിത്രകാരന്മാർ ഈ ഒരു അനുഭവത്തെ, അതായത് ഇവിടെ മനുഷ്യനെ വിൽക്കുന്ന, അതിനും അവർ ന്യായീകരണം കൊടുക്കുന്നുണ്ട്. ഇപ്പം അവരതിനെക്കുറിച്ച് പറയുന്നത്, അതായത് മനുഷ്യരെ വിൽക്കുന്ന ആ ഒരു സിസ്റ്റത്തിനെ ഇവർ പറയുന്ന ഒരു ലേബർ ഡിസ്ട്രിബ്യൂഷൻ എന്ന നിലയ്ക്കാണ് കാണുന്നത്. ഒരു കുട്ടി പള്ളിക്കൂടത്തിൽ വരുന്നിരിക്കുന്നതിന്റെ ഒരു ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചില രചനകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മിഷണറിമാർ വരുന്നു, അവർ സ്കൂൾ തുടങ്ങുന്നു, എല്ലാവരും വന്ന് അങ്ങ് പഠിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ മറ്റു പല സോഴ്സുകളും അല്ലെങ്കിൽ ഇവരുടെ തന്നെ രചനകൾ തന്നെ സോഴ്സുകളും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ഒരിക്കലും അവരുടെ ഒരു മുൻഗണനയല്ല. അതായത് ആ സ്കൂളുമായി ബന്ധപ്പെട്ട് കുറെ കഥകളും റൂമേഴ്സും അവിടെ പടരുന്നു. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകും. ബ്രിട്ടീഷുകാർക്ക് അവിടെ ഒരു ഫാക്ടറി ഉണ്ട്, അവിടെ എലികളുണ്ട്, ആ എലിക്ക് തിന്നാൻ കുട്ടികളെ ആവശ്യമാണ്, അതിനുവേണ്ടിയാണ് നിങ്ങൾക്ക് സ്കൂൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വ്യാപകമായ രീതിയിൽ റൂമേഴ്സ് പ്രചരിപ്പിച്ച ആളുകളെ അതിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നു. പക്ഷെ അതിനെ അതിജീവിക്കുന്നവർ മാത്രമാണ് ആ സ്കൂളിൽ പോകുന്നത്. അപ്പൊ അവർ പോയി കഴിഞ്ഞാൽ നിങ്ങളെ കുട്ടികളെ മൗറീഷ്യസിലേക്ക് വിൽക്കുമെന്ന് പറഞ്ഞ് പ്രചരിക്കുന്ന കഥകളുടെ മധ്യത്തിൽ ധൈര്യത്തോടു കൂടി വരുന്ന ലോവർ കാസ്റ്റിൽപ്പെട്ട അല്ലെങ്കിൽ മറ്റ് പിന്നോക്ക ജാതിയിൽപ്പെട്ട ആളുകളുടെ കുട്ടികളാണ് അവിടെ പോയി പഠിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആ ഒരു അനുഭവം അല്ലെങ്കിൽ അവരെടുക്കുന്ന ആ ഒരു തീരുമാനം ഒരിക്കലും ചരിത്ര രചനയിലേക്ക് ഇടം പിടിക്കുന്നില്ല. ഇപ്പോൾ നിലവിലുള്ള ആർക്കൈവ്സ് എന്താണ്? ഈ ആർക്കൈവ്സ് സൃഷ്ടിക്കുന്നത് ആരാണ്? പലപ്പോഴും സർക്കാരുകളും അല്ലെങ്കിൽ ഇതുപോലുള്ള വെസ്റ്റേൺ മിഷണറീസും അല്ലെങ്കിൽ ഉന്നത ജാതിയിൽ സാക്ഷരത ഉള്ളവർ, ഇവരൊക്കെയാണ് ആദ്യമേ ആർക്കൈവ്സ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഈ ആർക്കൈവ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് കീഴാള സമൂഹങ്ങളെ കുറിച്ച് പഠിക്കാൻ നമുക്ക് അത്ര പോസിബിലിറ്റീസ് ഇല്ല. അപ്പൊ അതിന്റെ ഒരു റെസ്പോൺസ് ആയിട്ട് പലപ്പോഴും ഇന്ത്യയിൽ ഓറൽ ഹിസ്റ്ററി ഉപയോഗിക്കുന്നത്. ചരിത്രാന്വേഷണത്തിലെ പുതുമയും സൂക്ഷ്മതയും എന്ന ശീർഷകത്തോടൊപ്പം സാമ്പ്രദായിക ചരിത്ര വിജ്ഞാനീയത്തിൽ അതിനെ ഉടച്ചു വാർത്തവരും അതിൽ പുതുവഴി വെട്ടിയവരും ആ സാമ്പ്രദായിക ചരിത്ര വിജ്ഞാനീയത്തിന് ശക്തമായ തിരുത്തലുകളും പുതിയ അന്വേഷണ പാതകളും വെട്ടിത്തെളിച്ചവരുമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള മൂവരും. ആദ്യം ദിവ്യ എസ് കണ്ണന്റെ ശിവനാടാർ യൂണിവേഴ്സിറ്റിയിലാണ്, നേരത്തെ പറഞ്ഞു. അവരുടെ ഗവേഷണ താല്പര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈവിധ്യപൂർണമാണ്. അവരുടെ ഒരു ശ്രദ്ധേയമായ കൃതി ഈയിടെ പുറത്തു വന്നത് കണ്ടസ്റ്റഡ് ചൈൽഡ്ഹുഡ്സ്, കാസ്റ്റ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ കൊളോണിയൽ കേരള എന്നതാണ്. ഞങ്ങളൊക്കെ BA, UG, PG ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് സെഞ്ചുറീസ് ഓഫ് ചൈൽഡ്ഹുഡ്, ഫിലിപ്പ് അറീസ്, അനാൾസ് ഹിസ്റ്റോറിയന്റെ. അത് മറ്റൊരു മധ്യകാല യൂറോപ്പിനെ പശ്ചാത്തലമാക്കിയാണ്. അപ്പൊ മധ്യകാല യൂറോപ്പിലൊക്കെ ചൈൽഡ്ഹുഡിനെ പരിഗണിച്ചിരുന്നത് ഒരു മെച്വർ ആയിട്ടുള്ള ആളുടെ ഒരു മിനിയേച്ചർ രൂപമായിട്ടായിരുന്നു. അപ്പൊ ശ്രീമതി ദിവ്യാസ് കണ്ണൻ അവരുടെ കണ്ടസ്റ്റഡ് ചൈൽഡ്ഹുഡിന്റെ
കാസ്റ്റ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ കൊളോണിയൽ കേരള, അതിനെപ്പറ്റി അതിൻ്റെ ഉള്ളടക്കം, ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പങ്കുവെക്കാമോ? താങ്ക് യു. ഞാൻ എൻ്റെ ചരിത്ര ഗവേഷണം തുടങ്ങുന്നത് ആദ്യം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ നിന്നാണ്. ഹിസ്റ്ററി ഓഫ് എഡ്യൂക്കേഷൻ ഓഫ് കേരള എന്ന് പറയുന്ന ഒരു സബ് ഫീൽഡ് നിന്ന് കണക്കാക്കാം. അപ്പോൾ അതിലൂടെ സഞ്ചരിക്കുമ്പോൾ ആദ്യം എനിക്ക് ഉയർന്ന ഒരു ചോദ്യം, ആരുടെ എഡ്യൂക്കേഷൻ, എന്തിനു വേണ്ടി, എന്താണ് വിദ്യാഭ്യാസവും സാക്ഷരതയും ഒന്ന് തന്നെയാണോ? പ്രത്യേകിച്ച് കേരളത്തിൽ അതൊരു ചിലപ്പോൾ നമ്മൾ രണ്ട് ടേംസിനെയും കൊലാപ്സ് ചെയ്യാറുണ്ട്. നമ്മൾ സാക്ഷരത 100% സംസ്ഥാനം ആയതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ എടുത്തു പറയുന്നു ഏറ്റവും അധികം വിദ്യാഭ്യാസവും നമ്മുടെ സംസ്ഥാനത്ത് തന്നെയാണെന്നാണ്. അപ്പൊ അതിനെ ഒന്ന് ക്രിട്ടിക്കലി ചിന്തിക്കാനും അതിനോടൊപ്പം തന്നെ എൻ്റെ ഫോക്കസ് സ്കൂൾ എഡ്യൂക്കേഷനിൽ ആയതുകൊണ്ട് ഒരു നാച്ചുറലായി ഉയർന്നു വന്ന ക്വസ്റ്റ്യൻ, ആരാണ് സ്കൂൾ സ്റ്റുഡൻറ്, ആരാണ് ഈ കുട്ടി അല്ലെങ്കിൽ ചൈൽഡ്? ഈ നമ്മൾ സമൂഹത്തിൽ എങ്ങനെയാണ് ഒരു കുട്ടിയെ കാണുന്നത്? ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് ആരാണ് ഒരു ചെറിയ കുട്ടി എന്ന് ചോദിച്ചാൽ പലരും വയസ്സ് ചേർത്താണ് പറയുന്നത്. ഇപ്പോൾ 15 വയസ്സിൽ താഴെയുള്ള ഒരാളാണ് കുട്ടി, അല്ലെങ്കിൽ 14 വയസ്സിന് താഴെയുള്ളതാണ് കുട്ടി. പക്ഷേ നമ്മൾ ഹിസ്റ്ററിയിൽ സൂക്ഷിച്ചു നോക്കിയാൽ ഒരു കൾച്ചറിലും ഒരു സമൂഹത്തിലും കഴിഞ്ഞ ഒരു 50 വർഷം വരെയെങ്കിലും ഇതിനെക്കുറിച്ച് ഒരു കൺസെൻസസും ഉണ്ടായിരുന്നില്ല. നമ്മൾ കുട്ടി എന്ന് വിചാരിക്കുന്ന കാറ്റഗറി മറ്റ് രാജ്യങ്ങളിലെ അഡൾട്ട്സ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെസ്റ്റേൺ കൺട്രീസിൽ ഉള്ള സമൂഹങ്ങളിൽ 16 വയസ്സാകുമ്പോൾ തന്നെ കുട്ടികൾ പുറത്തു പോവുകയും ഒറ്റയ്ക്ക് താമസിക്കുകയും, അമേരിക്കയിലൊക്കെ 16 വയസ്സിൽ തന്നെ നിങ്ങൾക്ക് നിയമപരമായി കാർ ഓട്ടിക്കാനൊക്കെ പറ്റും. പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു കല്യാണം കഴിക്കാത്ത 25 വയസ്സായ പെൺകുട്ടിയോ സ്ത്രീനെയോ കുട്ടി നമ്മൾ വിളിക്കുന്നു. ചിലപ്പോൾ നമ്മൾ അറിയാത്തൊരു വ്യക്തിയെ പോലും കുട്ടി എന്നാണ് പറഞ്ഞ് റെഫർ ചെയ്യുന്നത്. അപ്പോൾ ഹിസ്റ്റോറിക്കലി എങ്ങനെയാണ് നോൺ യൂറോപ്യൻ സമൂഹങ്ങളിൽ കുട്ടി എന്നൊരു കാറ്റഗറി ചരിത്രപരമായി നോക്കാൻ പറ്റുന്നത്, അതിൻ്റെ ഒരു ശ്രമമായിട്ടാണ് ഈ കണ്ടസ്റ്റഡ് ചൈൽഡ്ഹുഡ് കാസ്റ്റ് ആൻഡ് എഡ്യൂക്കേഷൻ വന്നത്. അപ്പോൾ ബുക്കിന്റെ ശീർഷകത്തിൽ തന്നെ ഉണ്ട് എൻ്റെ മെയിൻ 3 ഫോക്കസ്. അതിൽ എഡ്യൂക്കേഷൻ ഒരു ഫോക്കസ് ആണ്, ഈ ബാല്യം എന്ന കോൺസെപ്റ്റിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ രചന ഒരു ഫോക്കസ് ആണ്, പിന്നെ ജാതിയും ഒരു ഫോക്കസ് ആണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ്, നമ്മൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്ക് കുട്ടി എന്നാണെങ്കിലും എല്ലാ കുട്ടികളെയും നമ്മൾ ഒരുപോലെ കാണുന്നില്ല. അതിനൊരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം ഇപ്പോൾ പലസ്തീനിൽ നടക്കുന്ന കോൺഫ്ലിക്റ്റ് തന്നെയാണ്. പലസ്തീനിലെ കുട്ടികളുടെ വില വേറെ തന്നെയാണ്. പ്രത്യേകിച്ച് യുദ്ധ സ്ഥലങ്ങളിൽ ഇപ്പോൾ ആഫ്രിക്കയിലെ കുട്ടികളെ നമ്മൾ വളരെ മുതൽ വേറെ സെഷനിൽ പറഞ്ഞ പോലെ അവരെ അടിമത്വത്തിൽ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് എപ്പോഴും കാണുന്നത്. അപ്പോൾ വൈറ്റ് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ വെള്ളക്കാരെന്ന് വിശേഷിപ്പിക്കുന്ന രാജ്യങ്ങളിലെ കുട്ടികൾക്ക് അധിക മൂല്യവും നമ്മളെപ്പോലെ നോൺ വെസ്റ്റേൺ കൺട്രീസിലുള്ള കുട്ടികൾക്ക് കുറഞ്ഞ വിലയുമാണ് നമ്മൾ ആഗോളതലത്തിൽ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ റിസർച്ചിൽ ഞാൻ ബാല്യം എന്ന കോൺസെപ്റ്റിനെ കാസ്റ്റ് ആയിട്ട് ലിങ്ക് ചെയ്യുന്നത്. കാരണം ഒരു ദളിത് കുട്ടിയുടെ ബാല്യകാലവും ഒരു ഉന്നത ജാതി കുട്ടിയുടെ ബാല്യകാലവും വളരെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. അഫ്കോഴ്സ് നമുക്ക് പറയാം, പക്ഷേ ക്ലാസ് എന്നൊരു കാറ്റഗറിയിൽ അവർ ഒരുപോലെ അല്ലേ? ചിലപ്പോൾ ധനികം ഒരു കാശുള്ള വീട്ടിൽ നിന്നാണ് ഒരു OBC കുട്ടി വന്നെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെ അത് പറയുന്നു ഡിഫറെൻറ്റാണ്. പക്ഷെ ഈ ജാതി ഇല്ലാത്ത ഒരു ബാല്യം ആർക്കും ഇല്ല. ഇന്ത്യയിലെ പ്രത്യേകിച്ച് ചില ഡോമിനന്റ് കമ്മ്യൂണിറ്റീസ് നിങ്ങൾക്ക് ബാല്യം എന്ന് പറഞ്ഞാൽ തന്നെ അത് ജാതിയോട് ചേർന്ന് നിൽക്കുന്ന, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം, നിങ്ങളുടെ വീട്ടിലെ റിച്വൽസ്, നിങ്ങളുടെ വീട്ടിലെ രീതികൾ, നിങ്ങളുടെ അമ്മയോ അച്ഛനോ ആയിട്ട് പെരുമാറുന്ന രീതികൾ, അതെല്ലാം ജാതി ഉൾപ്പെട്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ റിസർച്ച് ചെയ്യുന്നത്. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ 1960s ഫിലിപ്പ് ഏരീസ് എന്ന ഒരു ഫ്രഞ്ച് ചരിത്രകാരൻ എഴുതിയ ഒരു പ്രശസ്തമായ ബുക്കാണ് സെഞ്ചുറീസ് ഓഫ് ചൈൽഡ്ഹുഡ്. അതിൽ അദ്ദേഹം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, യൂറോപ്പിൽ ബാല്യകാലം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നോ, പേരൻസിന് കുട്ടികളോട് സ്നേഹം ഉണ്ടായിരുന്നോ എന്നൊരു പ്രൊവോക്കേറ്റീവ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാണ് ആ പുസ്തകം തുടങ്ങുന്നത്. പക്ഷെ ഏരീസിൽ നിന്നും മാറി നിന്ന് ഇപ്പോൾ ഫെമിനിസ്റ്റ് സ്റ്റഡീസ്, സെക്ഷുവാലിറ്റി സ്റ്റഡീസ് അല്ലെങ്കിൽ മോഡേൺ ഹിസ്റ്ററി തന്നെ പല പല സബോൾട്ടൺ സ്റ്റഡീസിന്റെ ഒക്കെ സ്വാധീനം ചെലുത്തിക്കൊണ്ട് തന്നെ ചൈൽഡ്ഹുഡ് സ്റ്റഡീസ് എന്നൊരു ഫീൽഡ് തന്നെ ഉയർന്നിട്ടുണ്ട്. ഈ ഫീൽഡ് ഇപ്പോൾ പറയുന്നത് ഏരീസ് ചോദിച്ച ക്വസ്റ്റ്യനിലല്ല പ്രശ്നം, ഏരീസ് കണ്ടെത്തിയ ഉത്തരങ്ങളിലാണ്. ഏരീസ് പറഞ്ഞത് 14ാം 15ാം നൂറ്റാണ്ടുകളിൽ അച്ഛനമ്മമാർക്ക് കുട്ടികളോട് സ്നേഹം ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ ഡെത്ത് റേറ്റ് വളരെ ഹൈ ആയിരുന്നു. അതുകൊണ്ട് കുട്ടികൾ ജനിക്കുന്നു, മരിക്കുന്നു. അപ്പൊ ഈ ഒരു തിരക്കിനിടയിൽ സ്നേഹിക്കാനോ അവരുമായിട്ടൊരു എന്താ പറയുക ഒരു അഫെക്ഷനേറ്റ് ബന്ധം പുലർത്താനോ പേരൻസിന് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു അവരുടെ കണ്ടെത്തൽ.
പക്ഷെ ഇപ്പോ നോൺ വെസ്റ്റേൺ സ്കോളേഴ്സ്, നമ്മളെ പോലുള്ള സ്കോളേഴ്സ് പറയുന്നത് അത് ശരിയല്ല. എന്താണ് ഈ സ്നേഹം, ഏത് കാലത്താണ് ഈ സ്നേഹം പേരന്റൽ സ്നേഹം ആവുന്നത്, ഈ പേരന്റിന്റെ സ്നേഹം ടീച്ചറിലോട്ട് എങ്ങനെ മാറുന്നു? കാരണം സ്കൂൾ ടീച്ചർ ആയാലും ചിലപ്പോൾ തല്ലും, ചിലപ്പോൾ ചീത്ത പറയും, എന്നിട്ട് തല്ലിക്കഴിഞ്ഞ് ഉടനെ പറയും നിന്നെ നന്നാക്കാൻ വേണ്ടിയാണ് ഞാൻ തല്ലിയത്. പക്ഷെ അങ്ങനെ ഒരു സെന്റൻസ് പറയാൻ അച്ഛനമ്മമാർക്ക് അധികാരമേ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടാണ് എന്റെ പുസ്തകം തുടങ്ങുന്നത്. അപ്പോൾ എന്റെ റിസർച്ച് ഇവിടെ അത്ര റിച്ച് ഫീൽഡ് അല്ലെങ്കിലും കഴിഞ്ഞ 20 വർഷമായിട്ട് സൗത്ത് ഏഷ്യയിലെ ചൈൽഡ്ഹുഡ് സ്റ്റഡീസ് ഒരു വളരുന്ന ഒരു മേഖലയാണ്. ഇൻട്രസ്റ്റിംഗ്. നമുക്കെല്ലാം അറിയാം, ഇന്ത്യയുടെ സാമൂഹിക പരിതോവസ്ഥയിൽ കാസ്റ്റ് ഈസ് ആൻ എലിഫന്റ് ഇൻ ദ റൂം. മുറിയിലെ ആനയാണ്, പക്ഷെ നമ്മൾ പലപ്പോഴും അത് കണ്ടില്ലെന്ന് നടിക്കുന്നു. ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ കാസ്റ്റിന്റെ, ഗോപാൽ ഗുരുവും സുന്ദർ സർക്കായും ഒക്കെ ക്രാക്ക് മിറർ, റൈറ്റിംഗ് സോഷ്യൽ, ഇതിലൊക്കെ അത് ചർച്ച ചെയ്യുന്നുണ്ട്. കേരളത്തിൽ നമ്മൾ കാസ്റ്റ് ഇല്ല എന്ന് പറയുമെങ്കിലും കേരളത്തിൽ, അപ്പൊ കൊളോണിയൽ കേരളത്തിലെ ഇതാണ് പറയുന്നത്. ആധുനിക കേരളത്തിൽ എങ്ങനെയാണ് കാസ്റ്റിന്റെ സാമൂഹിക തലത്തിലുള്ള പുനരുൽപാദനം, റീപ്രൊഡക്ഷൻ നടക്കുന്നത്? എങ്ങനെയാണ് ഡോക്ടർ ദിവ്യ എസ് കണ്ണൻ അതിനെ കാണുന്നത്? ആക്ച്വലി ഇതിന്റെ ഉത്തരം വിനിലിന്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായി കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾക്കൊക്കെ ഒരു ധാരണയുണ്ട് കാസ്റ്റ് ഇസ് കസ്റ്റം എന്ന്. അപ്പൊ കസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറാത്ത ഒരു ചട്ടക്കൂടം. പക്ഷെ അത് സത്യമല്ല. കൊളോണിയലിസത്തിന്റെ സ്വാധീനം കാരണവും ഇപ്പൊ പോസ്റ്റ് കൊളോണിയലിസം അല്ലെങ്കിൽ നമ്മുടെ നാഷണലിസ്റ്റ് ഇൻഫ്ലുവൻസസ് കാരണം കാസ്റ്റ് എന്ന കാറ്റഗറി തന്നെ വളരെയധികം മാറുന്നുണ്ട്. നമ്മൾ ഈ 1000 വർഷം മുമ്പേ കാണുന്ന ജാതി ചട്ടക്കൂട്ടങ്ങളോ രീതികളോ അല്ല ഇപ്പോഴും. പക്ഷെ കാസ്റ്റിന്റെ ചില ഫണ്ടമെന്റൽ സ്ട്രക്ചേഴ്സ്, അതിലെ എക്സ്പ്ലോയിറ്റേറ്റീവ് റിലേഷൻസ്, ഇനീക്വാളിറ്റി, അതിപ്പോ പല പുതിയ രൂപങ്ങളിലാണ് ഇപ്പൊ തിരിച്ചു വരുന്നത്. അപ്പോൾ ഈ മോഡേൺ സൊസൈറ്റിയിൽ നമുക്കതൊരു പാരഡോക്സ് ആയിട്ട് തോന്നാം. മോഡേൺ സലീഡ് ആധുനികമായ സമൂഹത്തിൽ എങ്ങനെ ജാതി ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജാതി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജാതിയുടെ റെസീലിയൻസ് ആണ്. ജാതിക്ക് തന്നെ മാറാൻ കഴിയുന്നുണ്ട്. പുതിയ ടെക്നോളജികളിലൂടെയും പുതിയ ഭാഷകളിലൂടെയും ജാതി ഒരു അവതാരത്തിലൂടെ വരികയാണ്. അപ്പോൾ നമ്മൾ ഈ കാസ്റ്റ് ഇല്ല എന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനോട് പറയുന്നത്, കാസ്റ്റ് ഇല്ല എന്ന് പറയുന്ന വ്യക്തികൾ ഉന്നത ജാതിയിൽ നിന്ന് വരുന്നവരാണ്. അവർക്ക് മാത്രമേ ഇത്ര എളുപ്പത്തിൽ പറയാൻ പറ്റുള്ളൂ ജാതിയില്ല. അതിപ്പോ വെസ്റ്റേൺ ക്ലാസ് റൂംസിൽ പറയുന്നില്ലേ, ഇപ്പോ റേസിസം ഇല്ല എന്ന് പറയുന്നത് കറുത്ത വർഗത്തിൽ ഇല്ലാത്ത കുട്ടികളാണ് അങ്ങനെ പറയാൻ എളുപ്പത്തിൽ സാധിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഉത്തരേന്ത്യയെ പോലുള്ള നമുക്ക് വളരെ പഴഞ്ചൻ രീതിയിൽ കാസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ കാണാൻ കിട്ടിയില്ലെങ്കിൽ, നമ്മൾ ഉത്തർപ്രദേശിനെ കുറിച്ച് വായിക്കുന്ന ഓപ്പൺ ആയിട്ടുള്ള കാസ്റ്റ് വയലൻസ് എപ്പോഴും ഇവിടെ ഇല്ലെങ്കിലും കാസ്റ്റ് വളരെ സട്ടിൽ രീതികളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് നമ്മുടെ സ്ട്രക്ചേഴ്സിലായാലും നമ്മുടെ കരിക്കുലത്തിലായാലും നമ്മുടെ വിവാഹ നിശ്ചയങ്ങളിലായാലും അല്ലെങ്കിൽ നമ്മുടെ എവറിഡേ ഇന്ററാക്ഷൻസിലായാലും കാസ്റ്റ് നമ്മുടെ എല്ലാ സാമൂഹിക സമ്പർക്കത്തിലും അത് ഒരു ഇൻഫ്ലുവൻസ് ചെലുത്തുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു ഹിസ്റ്റോറിക്കലായി ചോദിക്കുകയാണെങ്കിൽ വിനിൽ ഞാനിനി ഡോക്ടർ മഹ്മൂദ് പുതിയ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇവരൊക്കെ ആരബ്ധ യൗവനം, മിലേനിയൽസ്, കുറച്ച് ആൽഫയും കിട്ടിയ തലമുറയാണ്. ഞാനൊക്കെ എക്സിന്റെ ഒരു പകുതി, മിലേനിയൽസിന്റെ ഒരു പകുതി ഒക്കെ കൂടി മിശ്രിതാണ്. എവിടെയും തലയും വാലുമില്ലാത്ത, അന്തവും കുന്തവുമില്ലാത്ത ഒരു സ്ഥിതിയിലാണ് എന്നെപ്പോലുള്ള ആൾക്കാരുള്ളത്. അപ്പൊ മഹ്മൂദ് കുരിയുടെ ഗവേഷണത്തെ ഒറ്റ വാക്കിൽ നമുക്ക് അങ്ങനെ വെട്ടിയൊതുക്കാനാവില്ല. അദ്ദേഹത്തെ പറ്റി എല്ലാവരും എഴുതിയ പ്രാഗ് ആധുനിക കാലത്തെയും മാരിടൈം ഇസ്ലാമിനെ കുറിച്ചുള്ള മാരിടൈം ഇസ്ലാമിന്റെ വ്യാപനമാണ്. പക്ഷെ കൃതികളിലൂടെ കടന്നുപോയാൽ മാരിടൈം ഇസ്ലാം മാത്രമല്ല, മരുമക്കത്തായം, അതുപോലെ മൃഗകലാപങ്ങൾ എല്ലാവർക്കും പരിചിതമാണ്. മാതൃഭൂമി ആഴ്ച പതിപ്പിലൂടെ ഖണ്ഡശയായി പ്രസിദ്ധീകരിച്ചു. പിന്നീട് അത് പുസ്തകമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇസ്ലാമിക് ലോ ഇൻ സർക്കുലേഷൻ,
മലബാർ ഇന്ത്യൻ ഓഷ്യൻ, സമുദ്രം, കടൽ, അതുപോലെ തന്നെ പുഴ, മാട്രിയാർക്കി, പുഴയും കടലും തമ്മിലുള്ള സംഭാഷണം, വിനിമയം, കടലും ഉൾനാടുകളും തമ്മിലുള്ള, അപ്പൊ ഉൾനാടുകളിൽ നിന്ന് ഈ കൃഷി ഉൽപ്പന്നങ്ങൾ വരാതെ കടൽ വഴി കച്ചവടം നടക്കില്ലല്ലോ. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. ഇപ്പൊ നോർത്ത് ആഫ്രിക്കയിൽ ഇപ്പൊ ഈയിടെ കോഴിക്കോട് KP കേശവൻ ഹാളിൽ നടന്ന പ്രഭാഷണത്തിൽ ഈ നോർത്ത് ആഫ്രിക്കൻസ് വാസ്കോഡ ഗാമയെ സ്വീകരിക്കുന്നത് പോലും ഒരു ടുണീഷ്യക്കാരൻ. ആഫ്രിക്കക്കാരുടെ പല രീതിയിലുള്ള എലിമെന്റ്സും നമ്മുടെ സംസ്കാരത്തിലും സമൂഹത്തിലും ഉണ്ട് വളരെ. കേരളത്തിൽ നിന്ന് പലരും കടൽ കടന്ന് പോയിട്ടുണ്ട്. സ്ത്രീ സഞ്ചാരങ്ങൾ കടൽ കടന്നുള്ള മധ്യകാലഘട്ടത്തിലെ നിർബന്ധിതവും സ്വന്തം ഇഷ്ടപ്രകാരവുമുള്ള 18-ാം നൂറ്റാണ്ടോളം അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ടോളം നീളുന്ന സ്ത്രീ സഞ്ചാരങ്ങൾ, അത് വളരെ കൗതുകകരമായ ഒരു വിഷയമാണെന്ന് തോന്നുന്നു. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ഉറപ്പായിട്ടും. പിന്നെ ആമുഖമായിട്ട് പറയണമെന്ന് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ദിവ്യ പറഞ്ഞത് മാതിരി പൊതുവെ നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് കടലിനെ മുൻനിർത്തിയുള്ള ഒരു ചരിത്ര പഠന മേഖലയിൽ ഒക്കെ ഇതിനെപ്പറ്റിയുള്ള പഠനങ്ങൾ ഒരുപാട് മുമ്പ് നടന്നിട്ടുണ്ടെങ്കിലും ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മളെ പ്രാദേശികമായ അല്ലെങ്കിൽ തദ്ദേശീയമായ സ്രോതസ്സുകളെ മുൻനിർത്തിയിട്ട് നമുക്ക് എങ്ങനെ ചരിത്രം പഠിക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പോൾ ഈ പറഞ്ഞ വിവിധ വിഷയങ്ങളുടെയൊക്കെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ തരത്തിൽ നമുക്ക് തദ്ദേശീയമായ സ്രോതസ്സുകൾ, ഇപ്പൊ ഇസ്ലാമിക നിയമങ്ങളെ പറ്റിയുള്ള പഠനങ്ങളിൽ പൊതുവെ നമ്മൾ ഈ ഇന്ത്യൻ മഹാസമുദ്രം വഴിയുള്ള കച്ചവടങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോൾ പൊതുവെ യൂറോപ്യൻ സ്രോതസ്സുകളിലേക്കാണ് നമ്മൾ എപ്പോഴും പോവാറുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളുടെയൊക്കെ ഒരു ഗവേഷണം, നിങ്ങളുടെ ആണിക്കല്ല് എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള ലോക്കൽ സ്രോതസ്സുകളെ മുൻനിർത്തിയിട്ടുള്ള പഠനങ്ങൾ, അതല്ലെങ്കിൽ അവ മുന്നോട്ട് കൊണ്ടുവന്നിട്ട് പഠിക്കാൻ. അതോടൊപ്പം തന്നെ ഈ മാഷ് ചോദിച്ച സ്ത്രീ സഞ്ചാരങ്ങളെ പറ്റി ഞാൻ തൊട്ട് മുമ്പത്തെ സദസ്സിൽ പറയായിരുന്നു. എന്ന് വെച്ചാല് ഈ ഒരു സെമസ്റ്ററിൽ ഞാൻ പഠിപ്പിക്കുന്ന കോഴ്സ്, ഞാൻ ഡിസൈൻ ചെയ്ത കോഴ്സ് സ്ത്രീ സഞ്ചാരങ്ങളെ പറ്റിയാണ്. വുമൺ ഇൻ ദി ഓഷ്യൻ, ജെൻഡറിങ് ട്രാവൽ ഇൻ ദി ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വളരെ ദീർഘമായൊരു വിഷയമാണ്. പൊതുവെ ആഗോള ചരിത്രത്തിൽ, പ്രത്യേകിച്ച് ആധുനിക പൂർവ്വ ചരിത്രത്തിൽ ഒരു 1800 മുമ്പ് പിന്നെ ഈ നാവിക കപ്പൽ, സ്റ്റീം എഞ്ചിൻ വരുന്നതിന് മുമ്പും എയറോപ്ലെയിൻ വരുന്നതിന് മുമ്പും സ്ത്രീകൾ സഞ്ചരിച്ചതായിട്ട് നമുക്ക് വല്ലാണ്ട് അറ്റ്ലീസ്റ്റ് നിലനിൽക്കുന്ന ചരിത്ര രചനകളൊന്നും കാണുന്നില്ല. മിക്കവാറും കാണുന്ന രചനകളിലെല്ലാം പുരുഷന്മാരുടെ യാത്രകളെ പറ്റിയാണ്. നമ്മൾ കാണുന്ന എല്ലാ ലോക സഞ്ചാരികളെല്ലാം ആണുങ്ങളാണ്. സ്ത്രീകൾ സഞ്ചരിച്ചിരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യത്തിൽ നിന്നാണ് ഈ ഒരു തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് വരുന്നത്. അപ്പൊ അത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ഒരുപക്ഷെ നോർത്ത് അമേരിക്കയിലേക്ക് ആദ്യമായി യൂറോപ്പിൽ നിന്ന് പോയത് നമ്മളെപ്പോഴും ക്രിസ്റ്റഫർ കൊളംബസിനെ പറ്റി പറയും അല്ലെ. 1492 കൊളംബസ് അമേരിക്ക കണ്ടെത്തി. എന്നാൽ അതിന്റെ ഒരു 500 വർഷം മുമ്പ് ഒരു സ്ത്രീ, കച്ചവടക്കാരിയായ ഒരു സ്ത്രീ വേറെ 2 കച്ചവടക്കാരെയും കൂടെ കൂട്ടിയിട്ട് നോർത്ത് അമേരിക്കയിലേക്ക് ന്യൂ ഫൗണ്ട് ലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് പോകുന്നതിന്റെ 13-ാം നൂറ്റാണ്ട്, 10-ാം നൂറ്റാണ്ടിൽ പോയി എന്നാണ് അവർ വിശ്വസിക്കപ്പെടുന്നത്. അതിന്റെ 13-ാം നൂറ്റാണ്ട് മുതലുള്ള ക്രോണിക്കിൾ നമുക്കുണ്ട്. പക്ഷെ അവരെ പറ്റിയുള്ള ചരിത്ര രചന നമുക്ക് വളരെ അപൂർവമായിട്ടാണ്. ഞാൻ അതിന് ഈ കോഴ്സ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കിയ സമയത്ത് അങ്ങനെയുള്ള അവരെ പറ്റിയുള്ള ആധികാരികമായ ചരിത്ര രചനകളില്ല. ചരിത്ര സ്രോതസ്സുകളുണ്ട്, പക്ഷെ രചനകളില്ല. അത് യൂറോപ്യൻ ആയ ഒരു വെള്ളക്കാരിയായ ഒരു സ്ത്രീ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു വൈക്കിംഗ് സ്ത്രീ എന്ന് പറയാം. പക്ഷെ അതിന് സമാനമാണ് മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള, ഏഷ്യയിൽ നിന്നോ ആഫ്രിക്കയിൽ നിന്നോ ഒക്കെ ഉള്ളത്. അപ്പൊ നമ്മളെ കേരളത്തിൽ തന്നെയാണെങ്കിലും കേരളത്തിന്റെ അകത്തേക്ക് വന്ന വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്ന്, ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നും ഏഷ്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും യൂറോപ്പിൽ നിന്നൊക്കെ 15-ാം നൂറ്റാണ്ടിന് മുമ്പ്, യൂറോപ്പ് സോക്കോൾഡ് ഏജ് ഓഫ് ഡിസ്കവറിക്ക് മുമ്പ് ഇന്ത്യയിലേക്ക് വന്ന അല്ലെങ്കിൽ കേരളത്തിലേക്ക് വന്ന വിവിധ സ്ത്രീകളുണ്ട്. എന്നതുമാതിരി തന്നെ കേരളത്തിൽ നിന്ന് തന്നെ പലപ്പോഴായിട്ട് പോയ സ്ത്രീകളുണ്ട്. അവരെ പറ്റിയുള്ള യാത്രാ വിവരണങ്ങൾ നമുക്ക് വ്യത്യസ്തമായ സ്രോതസ്സുകളിൽ നിന്ന് എങ്ങനെയൊക്കെ കണ്ടെത്താം എന്നുള്ളതിന്റെ ഒരു അന്വേഷണത്തിന്റെ പുറത്താണ്. അപ്പൊ ആ ഒരു സ്രോതസ്സിൽ, ആ ഒരു കോഴ്സിൽ ഞാൻ ആദ്യം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വായിക്കുന്നത് പിന്നെ നമ്മളെ ചിലപ്പതികാരും മണിമേഖലയാണ്. അപ്പൊ കണ്ണകിയുടെയും മണിമേഖലയുടെയും ഒക്കെ
സഞ്ചാരങ്ങൾ, കടൽ കടന്നുള്ള സഞ്ചാരം അതൊരു ഫിക്ഷൻ ആണോ നോൺ ഫിക്ഷൻ ആണോ എന്നുള്ള വേറെ ചോദ്യം. പക്ഷെ അതൊരു ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റ് ആണല്ലോ, ചുരുങ്ങിയത് 20 നൂറ്റാണ്ടിന് മുമ്പെങ്കിലും എഴുതപ്പെട്ടത്. അപ്പൊ കണ്ണകിയെയും പിന്നെ മണിമേഖലയും പോലുള്ള സ്ത്രീകൾ പലപ്പോഴായിട്ട് നടത്തിയ സഞ്ചാരങ്ങൾ നമുക്ക് എങ്ങനെ ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ പരമ്പരാഗതമായി ചരിത്ര സ്രോതസ്സെന്ന് ഐഡന്റിഫൈ ചെയ്യപ്പെടാത്ത ചരിത്ര കൃതികളിൽ നിന്ന് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റണം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു അന്വേഷണമാണ് ഈ ഒരു സ്ത്രീ സഞ്ചാരങ്ങളെ പറ്റിയുള്ളതിന്റെ കോറ്. ദാറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. പല കാര്യങ്ങളും ചോദിക്കാനുണ്ട്. ഈ കാണുന്ന കടൽ, നമ്മുടെ പരശുരാമന്റെ ലെജൻഡ് അടക്കം കടലുമായി ചേർന്നത്. പക്ഷേ നമ്മുടെ ചരിത്രം, സാമ്പ്രദായിക ചരിത്രം പൊതുവെ കരകേന്ദ്രിതമാണ്. കടൽ വാസ്കോഡ ഗാമ, പിന്നെ ഡച്ച്, അങ്ങനെയൊക്കെ തുടങ്ങുന്നുള്ളൂ. കടൽ ഇത്രമേൽ കടലാണ്, വാസ്തവത്തിൽ ഈ കടലാണ് കേരളത്തിൽ ഇന്ന് കാണുന്ന സ്വരവൈവിധ്യവും ബഹുത്വവും ബഹുസ്വരതയും. പല മതങ്ങളും എല്ലാ മതങ്ങളും ആദ്യം എത്തുന്നത് കേരളത്തിൽ തന്നെയാണ്, ജാതികളും. അപ്പം കേരളത്തെ ഇന്ന് കാണുന്ന കേരളത്തെ കേരളമാക്കിയ ഈ കടൽ നമ്മുടെ ചരിത്ര രചനകളിൽ പൊതുവെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒഴികെ കരയും കടലും തമ്മിലുള്ള ബന്ധം, കടലും പുഴകളും തമ്മിലുള്ള ബന്ധം, കടൽ തീരങ്ങളും ഉൾനാടുകളും തമ്മിലുള്ള ബന്ധം. അപ്പൊ കടൽ ഇത്രമേൽ ഈ പരസ്പര ബന്ധങ്ങളൊക്കെ ചേർത്ത് വെച്ചാൽ മാത്രമേ നമുക്ക് കേരളത്തെ യഥാതഥം മനസ്സിലാക്കാൻ പറ്റൂ. ഇതിനെപ്പറ്റി ഒന്ന് പറയാമോ? ഉറപ്പായിട്ടും. അതിൽ പിന്നെ ഒരു വലിയൊരു വ്യത്യാസം മാരിടൈം ഹിസ്റ്ററിയും ഓഷ്യാനിക് ഹിസ്റ്ററിയും തമ്മിലുള്ള ഒരു വ്യത്യാസം പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ തോന്നുന്നു അതിനുള്ളൊരു മറുപടി. പൊതുവെ മാരിടൈം ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരുപാട് കാലമായിട്ട് നിലനിൽക്കുന്ന ഒരു പഠന മേഖലയാണ്. നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും മാരിടൈം ഹിസ്റ്ററി. നമ്മളെ ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ മാരിടൈം ഹിസ്റ്ററി, മാരിടൈം സ്റ്റഡീസ് ചെയർ മാരിടൈം യൂണിവേഴ്സിറ്റി ഒക്കെയാണ്. മാരിടൈം ഹിസ്റ്ററിയിൽ നിന്ന് വ്യത്യസ്തമാണ് ഓഷ്യാനിക് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അത് വ്യത്യസ്തമാകുന്നത് പ്രധാനമായും മാഷ് ചോദിച്ച ഈ ഒരു ഘടകത്തിലാണ്. മാരിടൈം ഹിസ്റ്ററി പലപ്പോഴും കടലിന്, അല്ലെങ്കിൽ പലപ്പോഴും നല്ല മിക്കപ്പോഴും കടലിനെ മാത്രം മുൻനിർത്തിയിട്ടുള്ളതാണ്. കടലിന്റെ വ്യത്യസ്തമായ സ്വഭാവങ്ങളെ മുൻനിർത്തിയിട്ട് കടലിനകത്തും കടലിന് പുറത്തും, ഈവൻ ഇപ്പോ കടൽ വഴി ഷിപ്പ് ബിൽഡിംഗ് അല്ലെങ്കിൽ കപ്പൽ നിർമ്മാണം, ഒരു നിർമ്മാണം, ഇതിനൊക്കെ പറ്റി പഠിക്കുന്നതാണ് മിക്കവാറും മാരിടൈം ഹിസ്റ്ററിക്കകത്ത് അല്ലെങ്കിൽ മാരിടൈം സ്റ്റഡീസിനകത്ത് വരുന്നത്. ഓഷ്യാനിക് ഹിസ്റ്ററി ഇതിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് അത് കടലിനെ മാത്രം മുൻനിർത്തിയിട്ടുള്ളതല്ല. കടലും പുഴകളും കടൽ ചരിത്രം അല്ലെങ്കിൽ ഓഷ്യാനിക് ഹിസ്റ്ററി എന്ന് പറയുന്നത് അതിന്റെ കടൽ എത്രത്തോളം അതിന്റെ ഭാഗമാണോ അത്ര തന്നെ ഭാഗമാണ് അതിന്റെ കാടുകളും. അതായത് ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെ കുരുമുളക്, ഈ പറയുന്ന കച്ചവടവുമായി ബന്ധപ്പെട്ട് കടൽ കച്ചവടവുമായി ബന്ധപ്പെട്ട് വരുന്ന കുരുമുളക് നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ സുഗന്ധവ്യഞ്ജനങ്ങൾ കിട്ടുന്നത് മിക്കവാറും പിന്നെ നമ്മളെ വെസ്റ്റേൺ ഗാട്സിൽ നിന്നോ അല്ലെങ്കിൽ അതിന്റെ മലഞ്ചേരുകളിൽ നിന്നോ ഒക്കെയാണ്. അപ്പൊ ഈ മലകളൊക്കെ കടൽ ചരിത്രത്തിന്റെ ഭാഗമാണ്. മാരിടൈം ഹിസ്റ്ററിയിൽ പൊതുവെ വെസ്റ്റേൺ ഗാട്സ് വരില്ല. അതുകൊണ്ട് തന്നെ പൊതുവെ ഇതിനെപ്പറ്റി പറയുന്ന ചരിത്രങ്ങളിൽ പൊതുവെ നമ്മൾ തീരദേശങ്ങളെ അല്ലെങ്കിൽ തീരദേശ സമൂഹങ്ങളെ മാത്രം മുൻനിർത്തിയിട്ടുള്ള ചരിത്രങ്ങളാവുന്ന ഒരു പതിവുണ്ട്. അതിനപ്പുറത്തേക്ക് ഇപ്പൊ വെച്ചാൽ ഇപ്പൊ തൊട്ടു മുമ്പ് നമ്മൾ പറയായിരുന്നു, എം ഗംഗാധര മാഷൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെച്ചാൽ ഈ 18ാം നൂറ്റാണ്ടിന് മുമ്പ് ചില മുസ്ലിങ്ങളടക്കമുള്ള വിഭാഗങ്ങളൊന്നും ഉൾനാടുകളിലേക്ക് പോയിണ്ടായിരുന്നില്ല. വളരെ കോമൺ സെൻസിക്കലി തെറ്റായ ഒരു ധാരണയാണ്. കാരണം എന്താ വെച്ചാൽ തീരപ്രദേശത്തിൽ നിന്ന് നിങ്ങൾക്ക് 1 കിലോ കുരുമുളക് ഇന്നാലിന്റെ കാശിന് കിട്ടുന്നുണ്ടെങ്കിൽ അതിനേക്കാളേറെ ലാഭത്തിൽ അത് എവിടെ നിന്ന് ഉൽപ്പാദിക്കുന്നോ, എവിടെ നിന്ന് കളക്ട് ചെയ്യുന്നോ അവിടെ പോയാൽ കിട്ടുമെന്ന് ഒരു കച്ചവടക്കാരന്റെ കണ്ണുകൊണ്ട് കണ്ടാൽ ഇവിടുന്ന് 2-3 മണിക്കൂർ പോയാൽ അത് തന്നെ ഒരു കൃതിയിൽ 13ാം നൂറ്റാണ്ടിലെ കോഴിക്കോട്ടെ ചില മുസ്ലിങ്ങൾ യമനിലെ ഒരു സുൽത്താനിലെ എഴുതുന്നുണ്ട് നിലമ്പൂരിലെ കാസിയെ പറ്റി, അവിടുത്തെ പള്ളിയെ പറ്റി. അതെ അതെ. അപ്പൊ 5 നൂറ്റാണ്ട് മുമ്പ് തന്നെ നിലമ്പൂര് പോലുള്ള ഉൾനാടുകളിൽ, അതെ അതെ, കോഴിക്കോട് എന്നുള്ള ഒരു നഗരം വരുന്നതിന് മുമ്പ് കോഴിക്കോട്ടുകാരായ ആൾക്കാർ അവരുടെ മാതൃകയായിട്ട് പറയുന്നത് നിലമ്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിൽക്കുന്ന മുസ്ലിം സമൂഹത്തിന് യമനിലെ സുൽത്താൻ നൽകിയ സുൽത്താൻ നൽകിയ അതേ പ്രിവിലേജ് കോഴിക്കോട്ടുകാരായ ഞങ്ങൾക്കും നൽകണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ എന്താ വെച്ചാൽ പൊതുവെ നിലമ്പൂര് സമുദ്ര ചരിത്രത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പറയാറില്ല, അല്ലെങ്കിൽ നിലമ്പൂരിലെ വിവിധ വിഭാഗങ്ങളെ പറ്റി. അപ്പൊ ആ ഒരു ടെക്സ്റ്റൽ എവിഡൻസിനെ പറ്റി ചെറിയൊരു റെഫറൻസ് ആണ്
അതിനെപ്പറ്റി ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ നിലമ്പൂർ പോയി അന്വേഷിക്കുമ്പോൾ നമുക്ക് വ്യത്യസ്തമായ ഒരുപാട് സ്രോതസ്സുകൾ അവിടെ നിന്ന് കിട്ടും. അത് കല്ലാവാം, മരമാവാം, ചെറിയ ആർക്കിടെക്ചറുകളാവാം. അപ്പൊ അവിടെ കണ്ട ഒരു ശവകുടീരമുണ്ട്. അപ്പൊ അതിലുള്ള ഒരു ആർക്കിടെക്ചറലിന്റെ സ്റ്റെപ്ഡ് ആയിട്ടുള്ള എന്താ പറയാ സെമിത്തേരി എന്ന് പറയാം, നമ്മളെ ഖബർ ഉണ്ടാക്കുന്നതിൽ പല പല സ്റ്റെപ്പുകളായിട്ട് ഉണ്ടാക്കുന്ന ഒരു രീതിയുണ്ട്. അത് പഴയ കാലത്ത് യമനിലും മറ്റൊക്കെ കണ്ടിരുന്നു, യമന്, ഒമാൻ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ കാണുന്ന രീതി. ഇത് ആണ് നിലമ്പൂർ പോലുള്ള ഒരു സ്ഥലത്ത് നമ്മൾ കാണുന്നത്. അത് കേരളത്തിന്റെ മറ്റുള്ള സ്ഥലങ്ങളൊന്നും നമ്മൾ കാണുന്നുണ്ട്. കണ്ണൂരിലുള്ള ഇതുമാതിരി ഉൾനാടിലുള്ള മാടായി അല്ലെങ്കിൽ ഈ നിലാമുറ്റം പോലുള്ള ഉൾനാടുകളിൽ പെട്ട സ്ഥലങ്ങൾ. ഗംഗാധര മാഷ സിദ്ധാന്തം തെറ്റാണെന്നർത്ഥം. സിദ്ധാന്തമില്ല, ഊഹം. അതുപോലെ തന്നെ മഹമ്മൂദ് കുറിയ ജനീസ റെക്കോർഡ്സ്, ഈജിപ്തിലെ ജനീസ, അതിൽ മംഗലാപുരത്തെ ജൂതര്, മംഗലാപുരത്തെ പറ്റി ചിത്രം കിട്ടുന്നുണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ തന്നെ 10-36 വയസ്സേ ആയിട്ടുള്ളൂ. അറബി, ഇംഗ്ലീഷ്, മലയാളം അത് നമുക്ക് ഓക്കെ, ഇന്തോനേഷ്യൻ, അതുപോലെ തന്നെ ചില യൂറോപ്യൻ ഭാഷകൾ ഒക്കെ പഠിച്ചെടുത്തു. അതെങ്ങനെയാണ് ചരിത്രത്തോടുള്ള താല്പര്യം കൊണ്ടോ ഈ റെക്കോർഡ്സ് വായിച്ച് മനസ്സിലാക്കാനുള്ള സഹജമായ അഭിനിവേശം കൊണ്ടോ? അതല്ല, അത് നമ്മളെല്ലാ ചരിത്രകൃത്തുക്കളും ചെയ്യുന്നതാണെന്നാണ് തോന്നുന്നത്. കാരണം ഒന്നാമത് 2 കാര്യങ്ങളാണ് അതിൽ ഉള്ളത്. എന്ന് വെച്ചാൽ ഭാഷകൾ പഠിക്കാനുള്ള ഒരു ശ്രമം നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഭാഷകൾ നമ്മൾ എത്ര പഠിച്ചു കഴിഞ്ഞാലും അത് നമുക്ക് അറിയാം എന്നതുള്ള തരത്തിൽ, ഇപ്പോൾ മലയാളം ആണെങ്കിൽ പോലും നമുക്ക് വളരെ ആധികാരികതയോടെ മലയാളത്തിലുള്ളതെല്ലാം എനിക്കറിയാം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് പ്രാകൃതമായ സ്രോതസ്സുകൾ നമ്മൾ നോക്കുമ്പോൾ 14-ാം നൂറ്റാണ്ടിലുള്ള മലയാളത്തിലുള്ള ഒരു രേഖ നമുക്ക് വായിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് മലയാള അധ്യാപകരുടെയും മലയാള പണ്ഡിതരുടെയും സഹായം ആവശ്യമുണ്ട്. എന്നതുമാതിരി തന്നെയുള്ള മറ്റുള്ള ഭാഷകൾ. നമ്മൾ മറ്റുള്ള ഭാഷകളിൽ പലപ്പോഴും ചരിത്രകൃത്തുകൾ ചെയ്യുന്നത് പിന്നെ വിവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ചരിത്രം എഴുതുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞൊരു 10-15 വർഷമായിട്ടൊക്കെ വലിയ തോതിൽ മാറുന്നുണ്ട്. പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ ഉള്ള ഇപ്പോഴും പല ഒരു പഴയ തരത്തിൽ ട്രാൻസ്ലേഷൻ മാത്രം മുൻനിർത്തിയിട്ട്, പിന്നെ യൂറോപ്യൻ ഭാഷകളിലേക്കുള്ള വിവർത്തനങ്ങൾ മാത്രം മുൻനിർത്തിയിട്ട് എഴുതുന്ന അപൂർവം ചില ചരിത്രകൃത്തുക്കളുണ്ട്. പക്ഷെ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ആൾക്കാർ ശ്രമിക്കുന്നത് വിവർത്തനങ്ങളെ മുൻനിർത്തിയിട്ട് ഒരിക്കലും ചരിത്രത്തെ, അത് വിവർത്തകരുടെ ഒരു വായനയാണ് ആ ഒരു ടെക്സ്റ്റിന്റെ വായനയാണ്. അപ്പൊ ഈ വിവർത്തനങ്ങൾ നമ്മളൊരു എൻട്രി പോയിന്റ് ആണ്. ഇപ്പൊ അറിയാത്ത ഭാഷകൾ അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ഭാഷകൾ തന്നെ വേറൊരു തരത്തിലുള്ള വായനകൾ വായിക്കാനൊക്കെ. അപ്പോൾ വിവർത്തനങ്ങൾ നിലനിൽക്കെ തന്നെയും ഈ മറ്റുള്ള ഭാഷകൾ പഠിക്കാനുള്ള ശ്രമം, ആ വിവർത്തനം ചെയ്തുകൊണ്ട് തന്നെ ഭാഷകൾ പഠിക്കുക എന്നുള്ളതൊക്കെയാണ് പലപ്പോഴും ശ്രമിക്കാറുള്ളത്. ഞാൻ വിനിൽ പോള് എൻ്റെ സുഹൃത്ത്, ഞങ്ങള് കുറച്ചു കാലമായിട്ട് പരിചയമുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ പലർക്കും സുപരിചിതമാണ്. അടിമ കേരളത്തിന്റെ അദൃശ്യ ചരിത്രം, ദളിത് ചരിത്ര ദംശനം, മഞ്ചാടിക്കരി തുടങ്ങിയ, പിന്നെ ആനുകാലികങ്ങളിൽ വളരെ പ്രൊലിഫിക് ആയിട്ട് മലയാളത്തിൽ എഴുതിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് തരിസാപ്പള്ളി ചെപ്പേടൊക്കെ പഠിപ്പിക്കുന്നു. അതില് വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട്, വളരെ ഒരു അനിശ്ചിതത്വവും വളരെ സുവ്യക്തമായി തന്നെ ആളുകളെ കൈമാറുന്നുണ്ട്. ഭൂമി ഇതിൻ്റെ കൂടെ 9-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലാണല്ലോ. പിന്നെ മിഷണറി രേഖകളിലും ഒക്കെ അടിമച്ചന്തകളും, അത് മഹമ്മൂദ് കുരിയയും എഴുതിയിട്ടുണ്ട്. അടിമ കച്ചവടം, അതിൽ ഏർപ്പെട്ടിരുന്നത് പിന്നെ മേൽജാതി ഹിന്ദുക്കൾ മാത്രമല്ല, മാപ്പിളമാരും ക്രിസ്ത്യാനികളും ഒക്കെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് സനൽ മോഹന്റെ മോഡേണിറ്റി ഓഫ് സ്ലേവറി അതിൽ പറയുന്നുണ്ട്, സാമ്പ്രദായികം എന്ന് പറഞ്ഞാൽ ഇപ്പം മുഖ്യധാര ചരിത്രം തന്നെ ഈ സ്ലേവറിയെ അഭിസംബോധന ചെയ്തിട്ടുള്ളത്. അപ്പൊ അംബേദ്കറും ഒക്കെ അമേരിക്കയിലെ ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലേവറിയേക്കാൾ നൃശംസമാണ് ഇവിടുത്തെ സ്ലേവറി എന്ന് വാദിച്ചല്ല, അത് തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടായിരിക്കാം ഈ തരിസാപ്പള്ളി ചെപ്പേട് മുതൽ പിന്നെ കൊളോണിയൽ കാലഘട്ടത്തിലും മധ്യകാലഘട്ടത്തിലും ഒക്കെ ഇത് ഉണ്ടായിട്ടും ഈ മുഖ്യധാരയിൽ അടിമത്വം, ചരിത്രം പറഞ്ഞതും പറയാത്തതുമായ അടിമത്തത്തെ പറ്റിയാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അടിമത്തത്തെ സംബന്ധിച്ച് ഒരു നൂറ്റാണ്ടോളം കേരളത്തിനെ സംബന്ധിച്ച് ഒരു ചരിത്രകാരന്മാരുടെ
ആദ്യകാല കൂട്ടായ്മകളിലൊന്നാണ് കേരള സൊസൈറ്റി പേപ്പേഴ്സ് എന്ന് പറഞ്ഞ് ഒരു സംഘം രൂപീകരിക്കുന്നുണ്ട്. 1928 അവരൊരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നൊക്കെ ഉണ്ട്. അന്ന് തിരുവിതാംകൂർ കൊച്ചിയെക്കാട്ടി ഇരിക്കുന്ന സമയത്താണ് കേരള സൊസൈറ്റി പേപ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒന്നാമത്തെ വോളിയത്തിൽ തന്നെ സ്ലേവറി ഇൻ ട്രാവൻകൂർ എന്ന് പറഞ്ഞ തന്നെ ഒരു പഠനം WS ഹണ്ടിൽ വരുന്നുണ്ട്. WS ഹണ്ട് എന്ന് പറഞ്ഞൊരു, പിന്നെ ഒരു TK ജോസഫ് എന്ന് പറഞ്ഞ ഒരാളും കൂടെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നീട് പല കൊളോണിയൽ ആന്ത്രോപോളജിസ്റ്റുകളുടെ വർക്കുകളൊക്കെ നമ്മൾ തേസ്റ്റൻ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അനന്തകൃഷ്ണ അയ്യർ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നീട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ വളരെ ചുരുക്കം ചില പണ്ഡിതന്മാർ, ഇപ്പൊ KK കുസുമൻ, അടൂർ രാമേന്ദ്രൻ നായർ അല്ലെങ്കിൽ ശാരദാമണിയുടെ വർക്കുകൾ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അക്കാദമിക സമൂഹത്തിനകത്ത് ഇതിങ്ങനെ പരിപൂർണ്ണമായി ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമല്ലായിരുന്നു കേരളത്തിന്റെ ഒരു സാഹചര്യത്തിൽ. പല തലങ്ങളിൽ പല പീരീഡിൽ ആളുകൾ വ്യത്യസ്ത രീതിയിൽ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അക്കാദമിക സമൂഹം ഈ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നത് അതൊരു സൈദ്ധാന്തിക പ്രശ്നം എന്ന നിലയിൽ തന്നെയാണ്. അതായത് അടിമത്തം ഉണ്ടായിരുന്നു ഇല്ല എന്നുള്ളൊരു പ്രധാന ചോദ്യമായിട്ട് വരുന്നു. അപ്പം ചരിത്ര രചനകൾ നമുക്കറിയാം, മുഖ്യധാര സ്കൂളുകളാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ വിളിക്കുന്നത്, അവരാണിത് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ മാർക്സിസ്റ്റ് സ്കൂളുകൾ എന്ന് പറയുന്ന പ്രഗത്ഭരായിട്ടുള്ള നിരവധി ചരിത്രകാരന്മാർ ഒരേപോലെ വാദിക്കുന്നത് ഇവിടെ അടിമത്തമില്ല എന്നുള്ളൊരു കാര്യം. അതിൻ്റെ ഒരു കാരണം റൂട്ട് കിടക്കുന്നത് ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. ഇന്ത്യൻ സാഹചര്യത്തിലെ ഒരു മോഡ് ഓഫ് പ്രൊഡക്ഷൻ വന്നിരിക്കുന്നത്, അവിടെ സ്ലേവ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു മോഡ് ഓഫ് പ്രൊഡക്ഷൻ വരുന്നില്ല. ആ ഒരു കാരണത്താൽ ഇന്ത്യയിൽ അടിമത്തമില്ല, ജാതി വ്യവസ്ഥയ്ക്കുള്ളിൽ അടിമത്തം പോസിബിൾ അല്ല എന്നുള്ളൊരു കാര്യം വരുന്നു. അപ്പൊ അതിനെ പിൻപറ്റിക്കൊണ്ട് തന്നെ മലയാളത്തിലുള്ള ചരിത്ര രചന പഠിച്ചു. ഇപ്പൊ EMSന്റെ മലയാളികളുടെ മാതൃഭൂമി മുതൽ തന്നെ ഈ ഒരു വിഷയം ഇവിടെ ഇല്ല. പകരം അടിയായ്മ എന്നുള്ളൊരു ടേം അവർ ഉപയോഗിക്കുന്നു. അപ്പൊ ഇനി രണ്ടാമത് നമ്മളൊരു സ്കൂളിനെ പരിശോധിക്കുമ്പോൾ, കേംബ്രിഡ്ജ് സ്കൂളിനെ പരിശോധിക്കുമ്പോൾ അവര് ധർമ്മകുമാറിനെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ ഡേവിഡ് വാഷ്ബ്രൂക്ക് അവരാണെങ്കിലും പറയുന്നത് ഈ ഒരു സൗത്ത് ഇന്ത്യയിലൊക്കെ ഭൂമിയുമായി ബന്ധപ്പെട്ട ചില അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ ഈ താഴ്ന്നജാതിക്കാർക്കൊക്കെ ഉണ്ട്. ആ ഒരു കാരണത്താൽ അവിടെ നമുക്ക് അങ്ങനെ ഒരു സ്ലേവറി എന്നുള്ളൊരു സിസ്റ്റത്തെ സാധ്യമല്ല എന്നുള്ളൊരു കാര്യം പറയുന്നു. പിന്നെ സബാൾട്ടർ സ്റ്റഡീസിന്റെ പരിശോധിക്കുമ്പോൾ അവിടെയും അതുപോലെ തന്നെ ഗ്യാൻ പ്രകാശിനെ പോലുള്ള ആളുകൾ ഇത് ബ്രിട്ടീഷുകാരായിട്ടുള്ള ആളുകളുടെ അവരുടെ ഒരു പെർസ്പെക്റ്റീവിലെ പ്രശ്നമായിരുന്നു. അവരൊരു യൂറോപ്യൻ എൻലൈറ്റ്മെന്റ് ബൂർഷ്വാ ബോധത്തിൽ നിന്നുകൊണ്ട് അവർ ഈ വക കാര്യങ്ങളെ കണ്ടതാണ്. അതായത് യൂറോപ്പിലെയും അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങളിലെ ഒരു ലേബർ സ്ട്രക്ചർ പോലെ തന്നെയാണ് ഇന്ത്യയിലെ ലേബർ സ്ട്രക്ചർ എന്ന് അവർ തെറ്റിദ്ധരിച്ച് എഴുതിയ പ്രയോഗങ്ങളാണ് സ്ലേവറി പോലുള്ളത് എന്നുള്ളൊരു വാദവുമാണ് വെക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ഒരു വിഷയത്തെ അവർ ഇങ്ങനെയൊന്നും ഇല്ല എന്നുള്ള രീതിക്ക് എടുത്ത് കളയുമല്ല. അവർ വളരെ കൃത്യമായ ചില ക്രിട്ടിക്കൽ ആയിട്ടുള്ള ചില പോയിന്റുകളുടെ പശ്ചാത്തലത്തിലാണ് ഇതില്ല എന്നുള്ളൊരു കാര്യം പറയുന്നത്. പക്ഷെ ഇവരെല്ലാം, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ചരിത്രകാരന്മാർക്ക് ഈ ഒരു വിഷയത്തെ സമീപിക്കേണ്ടി വരുന്നത് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നടന്ന ചില പഠനങ്ങളുടെ വെളിച്ചത്തിലാണ്. പ്രത്യേകിച്ച് ലൈഡനിലെ പല യൂണിവേഴ്സിറ്റികളും നമ്മുടെ കൊച്ചിയുമായി ബന്ധപ്പെട്ട് പല ഗവേഷണങ്ങൾ നടത്തുന്നു. അവർ അസാധ്യമായ രീതിയിൽ നമ്മളെയും അല്ലെങ്കിൽ കേരളത്തിന്റെ ഏതൊരു ചരിത്രകാരൻ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഡേറ്റയാണ് അവർ വെളിക്കൊണ്ടത്. ഈ കൊച്ചിയിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ ഇവിടുന്ന് കടൽ കടത്തിക്കൊണ്ടുപോയ മനുഷ്യരുടെ വലിയൊരു പട്ടിക അവർ തയ്യാറാക്കുന്നുണ്ട്, മത്തിയാസ് വാൻ റോസോവിനെ പോലെയുള്ള ആളുകൾ. അപ്പൊ അങ്ങനത്തെ പഠനങ്ങൾ വന്ന സാഹചര്യത്തിൽ യൂറോപ്പിന്റെ അമേരിക്കയുടെ ഒക്കെ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയായിരുന്നു മനുഷ്യനെ വിറ്റിരുന്നത്, ആ ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ ഈ കൊച്ചിയിലും കാണുന്നത്. നമ്മുടെ ഒരു പ്രധാന സങ്കല്പം, ഇവിടെ ഒരു സോക്കോൾഡ് ഒരു കുറച്ച് അടിമ ജാതികളുണ്ട്, പുലയര് പറയര് പോലുള്ള ജാതികളുണ്ട്, അവരെ മാത്രമാണ് വിറ്റിരുന്നത് എന്നുള്ളതായിരുന്നു ചിന്ത. പക്ഷെ പുതിയ പിന്നിൽ തന്നെ എഴുതുന്നില്ലേ, ചില ക്രിസ്ത്യൻ പള്ളികളിൽ 6 ദിവസം അടിമകളെ. അത് പല ആള് ഇപ്പൊ PK ബാലകൃഷ്ണ പുസ്തകമൊക്കെ പരിശോധിച്ചാൽ അതിനൊക്കെ നമുക്ക് കാണാം. അത് കൊച്ചി ഒരു പ്രധാന മനുഷ്യ കച്ചവടത്തിന്റെ ഒരു സെന്ററായിട്ട് മാറുകയും, ഇപ്പൊ ഫ്രാൻസിസ് ഡേ എന്ന് പറഞ്ഞൊരു സ്കോളറാണ് അതിനെക്കുറിച്ച് ഇങ്ങനെ എഴുതുന്നത്. അപ്പം കൊച്ചിയിലെ പ്രത്യേകിച്ച് മട്ടാഞ്ചേരി പ്രദേശത്തെ പല പള്ളികളും ക്രിസ്ത്യൻ ദേവാലയങ്ങൾ 6 ദിവസം അടിമകളെ കെട്ടിയിടുന്ന ഗോഡൌണും 7-ാം ദിവസം അടിമകളെല്ലാം പുറത്തിറത്തിയിട്ട് അവിടെ ആരാധന നടത്തുന്നതാണ്. പിന്നെ ഈ KK കുസുമൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വർക്കിൽ ഈ എറണാകുളത്തിന് സമീപമുള്ള മുളന്തുരുത്തി പള്ളിയിൽ മനുഷ്യനെ ലേലം വിളിക്കുന്ന കാഴ്ച കാണുന്നു. അപ്പൊ അത് പിന്നീട് പല ഡോക്യുമെന്റുകൾക്ക് നമ്മൾ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ പല പേപ്പേഴ്സിന്റെ അകത്തും ഈ ഡയറക്റ്റ് ഈ തലശ്ശേരി കോടതിയിൽ ഒരു വാദം നടക്കുന്നത് 1810 നടക്കുന്നത്. അപ്പൊ അതിന്റെ അകത്ത് ഒരു അസനലി എന്ന് പറഞ്ഞ ഒരു മാഹി സ്വദേശി, അവിടെ അദ്ദേഹത്തെ വിചാരണ ചെയ്യുന്നതായിട്ട് 400 മനുഷ്യന്മാരെ കട്ടുകൊണ്ട് വന്നു എന്നുള്ള കാരണത്തിലാണ് അദ്ദേഹത്തെ വിചാരണ ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം വളരെ ഈ വിചാരണക്കിടയിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ ലോക്കൽ സ്ലേവ് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവരിങ്ങനെ വളരെ കൂളായിട്ട് നമ്മൾ കടയിൽ പോയി അല്ലെങ്കിൽ ചന്തയിൽ പോയി ഒരു വാഴക്കൊല വാങ്ങിക്കുന്ന ഒരു രീതിക്ക് തന്നെ ആളുകളെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന കാഴ്ച അവരിങ്ങനെ കൃത്യമായി അവതരിപ്പിക്കുന്നു. പിന്നെ പല നമ്മൾ കൊളോണിയൽ മിഷണറിമാരുടെ റിപ്പോർട്ടുകൾ പരിശോധിച്ചാലും അവിടെ അവർ നേരിട്ട് പോയി മനുഷ്യനെ വാങ്ങിക്കൊണ്ട് വരുന്നൊരു കാര്യം. അപ്പൊ ഇവിടെ ഒരു ചരിത്രകാരന്മാർ ഈ ഒരു അനുഭവത്തെ, അതായത് ഇവിടെ മനുഷ്യനെ വിറ്റിരുന്ന, അതിനും അവർ ന്യായീകരണം കൊടുക്കുന്നുണ്ട്. ഇപ്പം അവരതിനെക്കുറിച്ച് പറയുന്നത്, അതായത് മനുഷ്യരെ വിൽക്കുന്ന ആ ഒരു സിസ്റ്റത്തിനെ ഇവർ പറയുന്ന ഒരു ലേബർ ഡിസ്ട്രിബ്യൂഷൻ എന്ന നിലയ്ക്കാണ് കാണുന്നത്.
വിറ്റിരുന്നില്ല എന്ന് പറയുന്നില്ല, അതൊരു തൊഴിലാളി വിതരണമാണ് എന്നുള്ളൊരു നിർവചനമാണ് കൊടുത്തിരുന്നത്. പക്ഷെ അതിനപ്പുറമായിട്ടുള്ള വേറൊരു തരം സാമൂഹ്യ വ്യവസ്ഥ ഇതിന്റെ പിന്നിലുണ്ട്, ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. കാരണം അതുകൊണ്ടാണ് നായന്മാരായിട്ടുള്ള ആളുകളെ വിൽക്കപ്പെടുന്നത്, അല്ലെങ്കിൽ മറ്റു പല ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളെ വിൽക്കപ്പെടുന്നത്. സ്വാഭാവികമായിട്ട് അതൊരു കൃത്യമായ ജാതിക്കുള്ളിൽ ഫിറ്റാകുന്നൊരു കാര്യമായ കൊണ്ടല്ല എന്നുള്ളവരാണ്. അപ്പൊ അവർ ആ ഒരു സൈദ്ധാന്തികപരമായ ഒരു വീക്ഷണമാണ് മുൻപോട്ട് വെക്കുന്നത്. പക്ഷെ എന്നാൽ ഇതിപ്പോൾ അത് മാറിയിരിക്കുന്നു. കഴിഞ്ഞിടയ്ക്ക് തന്നെയുള്ള രാജൻ ഗുരുക്കളുടെ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള പഠനം കേരളത്തിലെ അടിമത്തത്തെ കുറിച്ച് തന്നെയാണ് അദ്ദേഹമൊക്കെ ഇപ്പം എഴുതിക്കൊണ്ടൊക്കെയിരിക്കുന്നത്. അപ്പൊ അത് ഇവരുടെ ഒരു ഡേറ്റയാണ്. എൻ്റെ ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ എൻ്റെ മനസ്സിലാക്കൽ ഈ ലെയ്ഡൻ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നെതർലാൻഡിലെ പല പണ്ഡിതന്മാർ നമ്മുടെ കൊച്ചിയിൽ നിന്ന് കണ്ടെടുത്ത രേഖകൾക്ക് മുൻപിൽ സ്ലേവറി ഇല്ല എന്നുള്ളൊരു വാദം പോസിബിൾ അല്ല. പിന്നിപ്പോൾ ഏതൊരു ലേഖനത്തിലാണെന്ന് തോന്നുന്നു, മിഷണറി രേഖകൾ മാത്രം ഉപയോഗിച്ച് ഈ ചരിത്രം എഴുതുന്ന ആളുകളുണ്ട്. അതിൽ ധാരാളം വിവരങ്ങളുണ്ടാവും, അതിന് ചില പരിമിതികളുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. അത് പറയാമോ? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ പ്രത്യേകിച്ച് തിരുവിതാംകൂറിന്റെ ഒരു ഹിസ്റ്ററി നമ്മൾ പല ആളുകളും പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവരെല്ലാവരും ഈ ബ്രിട്ടീഷ് മിഷണറിമാരുടെ രേഖകൾ, ബ്രിട്ടീഷ് മിഷൻ പ്രധാനമായിട്ടും ഈ ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ മാത്രമാണ് രേഖകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മിഷണറി രേഖകളുടെ ഒരു ക്രിട്ടിക്കിനെ കുറിച്ച് നിരവധി ആളുകൾ അതിന്റെ ഒരു ഹിസ്റ്റോഗ്രാഫി കാര്യം, അത് കേവലമായി നമ്മുടെ ചെറിയൊരു കേരളത്തിൽ മാത്രമുള്ള ഒരു പഠന വിഷയമല്ല, ലോകം മുഴുവൻ പഠിക്കുന്ന ലാറ്റിൻ അമേരിക്കയുടെയും ആഫ്രിക്കയുടെയും പല ഇടങ്ങളിലും പഠനം നടത്തുന്ന ഒരു പ്രധാന സോഴ്സ് അല്ലെങ്കിൽ മെറ്റീരിയൽ തന്നെയാണ് മിഷണറി റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ചില പുസ്തകങ്ങളെ സംബന്ധിച്ച് അവരുടെ സോഴ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സോഴ്സ് മാത്രമാണ് ഉപയോഗിച്ചായിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ മിഷണറി റിപ്പോർട്ടുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ മിഷണറിമാരുടെ എഴുത്തിന്റെ ഒരു ക്രിട്ടിക്കലായിട്ട് പറഞ്ഞു, ഇപ്പം ഒരു പീൽ എന്ന് പറഞ്ഞൊരു പണ്ഡിതന്റെയൊക്കെ ചില പഠനങ്ങൾ ഈ മേഖലയിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ളത്. അപ്പൊ അവര് കുറെ നിരീക്ഷണങ്ങൾ മുൻപോട്ട് വെക്കുന്നു. ഇതിന്റെ എഴുത്തിന്റെ ഒരു രീതി സാധാരണ നമ്മൾ കൊളോണിയൽ ആന്ത്രപ്പോളജിസ്റ്റുകൾ നേരിടുന്ന രീതിയിലുള്ള എല്ലാവിധ പ്രശ്നങ്ങളും ഇവരും വേറൊരു സൈഡിലൂടെ നേരിടുന്നുണ്ട്. കാര്യം മിഷണറി റൈറ്റിങ്ങിനെ സംബന്ധിച്ച് അവർ പ്രോളിഫിക് റൈറ്റേഴ്സ് ആണ് എന്നുള്ള രീതിക്കാണ് പറയുന്നത്. അവർ കണ്ണിൽ കാണുന്ന എല്ലാ കാഴ്ചകളും എഴുതി വെക്കാറുണ്ട് എന്ന് പറയാറുണ്ട്. പക്ഷെ അവർ നേരിടുന്ന ഒരു ഒന്നാമത്തെ പ്രശ്നം അതിനകത്ത് സ്ത്രീകളില്ല എന്നുള്ളതാണ്. സ്ത്രീകളുടെ എണ്ണം വളരെ കുറവായിരിക്കും. രണ്ടാമത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അവർ പേരുകൾ സൂചിപ്പിക്കാറില്ല എന്നുള്ളൊരു കാര്യം. പ്രത്യേകിച്ച് താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള ആളുകളുടെ പേരുകളും അവരുടെ സാമൂഹ്യ അനുഭവങ്ങളും വളരെ കുറവാണ് എന്നുള്ളൊരു രീതിക്കാണ് വരുന്നത്. അതുപോലെ തന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ ഹിസ്റ്ററി പലതരം സോഴ്സുകൾ ഉപയോഗിക്കണം എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലുള്ളൊരു കമ്പയർ ചെയ്യുന്നുള്ളൊരു താല്പര്യം ചില ഹിസ്റ്റോറിയന്മാർ കാണിക്കുന്നില്ല. അവർ സ്വാഭാവികമായിട്ട് ഒറ്റ സോഴ്സിലൂടെ തന്നെ ചില കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യാൻ അങ്ങ് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതിനകത്ത് തന്നെയാണ് നമ്മൾ ക്രിട്ടിക്കലായിട്ട് വായിക്കും. ഇപ്പം ഒരു കൊളോണിയൽ ആധുനികത അല്ലെങ്കിൽ ഒരു കുട്ടി പള്ളിക്കൂടത്തിൽ വരുന്നിരിക്കുന്നതിന്റെ ഒരു ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചില രചനകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മിഷണറിമാർ വരുന്നു, അവർ സ്കൂൾ തുടങ്ങുന്നു, എല്ലാവരും വന്ന് അങ്ങ് പഠിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ മറ്റു പല സോഴ്സുകളും അല്ലെങ്കിൽ ഇവരുടെ തന്നെ രചനകൾ തന്നെ സോഴ്സുകളും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ഒരിക്കലും അവരുടെ ഒരു മുൻഗണനയല്ല. അതായത് ആ സ്കൂളുമായി ബന്ധപ്പെട്ട് കുറെ കഥകളും റൂമേഴ്സും അവിടെ പടരുന്നു. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകും, ബ്രിട്ടീഷുകാർക്ക് അവിടെ ഒരു ഫാക്ടറി ഉണ്ട്, അവിടെ എലികളുണ്ട്, ആ എലിക്ക് തിന്നാൻ കുട്ടികളെ ആവശ്യമാണ്, അതിനുവേണ്ടിയാണ് നിങ്ങൾക്ക് സ്കൂൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വ്യാപകമായ രീതിയിൽ റൂമേഴ്സ് പ്രചരിപ്പിച്ച ആളുകളെ അതിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നു. പക്ഷെ അതിനെ അതിജീവിക്കുന്നവർ മാത്രമാണ് ആ സ്കൂളിൽ പോകുന്നത്. അപ്പൊ അവർ പോയി കഴിഞ്ഞാൽ നിങ്ങളെ കുട്ടികളെ മൗറീഷ്യസിലേക്ക് വിൽക്കുമെന്ന് പറഞ്ഞ് പ്രചരിക്കുന്ന കഥകളുടെ മധ്യത്തിൽ ധൈര്യത്തോടു കൂടി വരുന്ന ലോവർ കാസ്റ്റിൽപ്പെട്ട അല്ലെങ്കിൽ മറ്റ് പിന്നോക്ക ജാതിയിൽപ്പെട്ട ആളുകളുടെ കുട്ടികളാണ് സ്വാഭാവികമായിട്ട് അവിടെ പോയി പഠിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആ ഒരു അനുഭവം അല്ലെങ്കിൽ അവരെടുക്കുന്ന ആ ഒരു തീരുമാനം ഒരിക്കലും ചരിത്ര രചനയിലേക്ക് ഇടം പിടിക്കുന്നില്ല എന്നുള്ളതാണ് മിഷണറി. അത്തരത്തിലുള്ള ചില വിമർശനങ്ങളാണ് പറയാൻ ശ്രമിക്കുന്നത്. ഡോക്ടർ ദിവ്യയുടെ ഒരു താല്പര്യ മേഖല ഓറൽ ഹിസ്റ്ററിയാണ്. ഓറൽ ഹിസ്റ്ററിയുടെ ആദ്യത്തെ ഡിപ്പാർട്ട്മെന്റ് ബ്രിട്ടനിലെ ലേക്കസ്റ്റർ യൂണിവേഴ്സിറ്റിയിലാണ് തുടങ്ങുന്നത് 40കളുടെ ഒടുവിലാണ്. അന്ന് SPR ഫിൻബർഗ് പറഞ്ഞത് ആ ഓറൽ ഹിസ്റ്ററിയെ പറ്റി അക്കാലത്ത് സിൻഡ്രല്ല ഓഫ് ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ്, അത്രയും അവഗണിക്കപ്പെട്ട വിവേചനം നേരിട്ട ഓറൽ ഹിസ്റ്ററി ഒന്നും ക്രെഡിബിൾ അല്ല എന്നുള്ള. അതൊക്കെ മാറി. ഓറൽ ഹിസ്റ്ററി റീഡറൊക്കെ വായിച്ചാൽ നമുക്കറിയാം, പ്രത്യേകിച്ചും സ്ത്രീകളുടെ അരികുവൽക്കരിക്കപ്പെട്ടവരുടെ, നിശബ്ദരാക്കപ്പെട്ടവരുടെ, അദൃശ്യരാക്കപ്പെട്ടവരുടെ ചരിത്രത്തിനാകെ നമുക്ക് മുമ്പിലുള്ള ഉപാദാനങ്ങൾ ഓറൽ ഹിസ്റ്ററി മാത്രമാണ്. അതിന് ഇപ്പോൾ ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും ലഭിച്ചു വരുന്ന പ്രാധാന്യത്തെക്കുറിച്ച് ചുരുക്കി വിവരിക്കാമോ? ഈ കഴിഞ്ഞ 50-60 വർഷങ്ങളായിട്ട് ഇപ്പോൾ ഒരു ചരിത്രരചനയിൽ ഒരു പുനർവായന വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പുനർവായനയുടെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് കീഴാള സമൂഹങ്ങളുടെ ചരിത്രങ്ങൾ പഠിക്കാനും
അല്ലെങ്കിൽ ഇപ്പൊ അവഗണിക്കപ്പെട്ട ഗ്രൂപ്പ്സ്, ഇപ്പൊ സ്ത്രീകളായാലും അവരുടെ ചരിത്രങ്ങൾ പഠിക്കാനും പല ചരിത്രകാരന്മാരും ആന്ത്രപ്പോളജിസ്റ്റും കൊണ്ടുവന്ന ഒരു മെത്തഡോളജിക്കൽ അപ്രോച്ച് എന്ന നിലയ്ക്ക് ഓറൽ ഹിസ്റ്ററിയാണ്. അപ്പോൾ ഓറൽ ഹിസ്റ്ററിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഒരു കുറേ പ്ലസ്സുകളും ഉണ്ട് മൈനസുകളും ഉണ്ട്. അപ്പോൾ പ്ലസ് എടുത്ത് നോക്കിയാൽ നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ പറയുന്ന പോലെ ഒരു കറക്റ്റീവാണ്. ഇപ്പോൾ മഹമ്മൂദും ബിനിലൊക്കെ പറഞ്ഞ പോലെ ഇപ്പോൾ നിലവിലുള്ള ആർക്കൈവ്സ് എന്താണ്, ഈ ആർക്കൈവ്സ് സൃഷ്ടിക്കുന്നത് ആരാണ്? പലപ്പോഴും സർക്കാരുകളും അല്ലെങ്കിൽ ഇതുപോലുള്ള വെസ്റ്റേൺ മിഷണറീസും അല്ലെങ്കിൽ ഉന്നത ജാതിയിൽ സാക്ഷരതയുള്ളവർ, ഇവരൊക്കെയാണ് ആദ്യമേ ആർക്കൈവ്സ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഈ ആർക്കൈവ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് കീഴാള സമൂഹങ്ങളെ കുറിച്ച് പഠിക്കാൻ നമുക്ക് അത്ര പോസിബിലിറ്റീസ് ഇല്ല. അപ്പൊ അതിന്റെ ഒരു റെസ്പോൺസ് ആയിട്ട് പലപ്പോഴും ഇന്ത്യയിൽ ഓറൽ ഹിസ്റ്ററി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഓറൽ ഹിസ്റ്ററിയുടെ 1-2 പ്രധാന കൃതികൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു 30 വർഷം മുമ്പേ തെബാഗ മൂവ്മെന്റ് അല്ലെങ്കിൽ തെലങ്കാന മൂവ്മെന്റിൽ റെസിസ്റ്റൻസ് നടത്തിയ സ്ത്രീകളുടെ ഒരു ഓറൽ ഹിസ്റ്ററി പുസ്തകം പുറത്തു വന്നിരുന്നു. പിന്നെ ഈയിടയ്ക്ക് സൽമാഷും പലരും ചെയ്ത കോട്ടയത്തും മാവേലിക്കരയിലൊക്കെ ചെയ്ത ഒരു ഓറൽ ഹിസ്റ്ററി പ്രോജക്ട്. അപ്പൊ ഈ ഓറൽ ഹിസ്റ്ററി എന്ന ഒരു സബ് ഫീൽഡിൽ തന്നെയുള്ള ശ്രമം എന്ന് പറഞ്ഞാൽ കീഴാള സമൂഹങ്ങളുടെ അടുത്തേക്ക് ചെന്ന അവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് കേൾക്കുകയും അവരുടെ ഓർമ്മകളെ കുറിച്ച് അനുഭവങ്ങളെ കുറിച്ച് കേട്ടറിഞ്ഞ് ഇന്റർവ്യൂ ചെയ്ത് ആ ഇന്റർവ്യൂവിനെ ഒരു എന്താ പറയുക വിവർത്തനം നടത്തി അല്ലെങ്കിൽ നേരിട്ട് വായിച്ച് അതിൽ നിന്ന് ഒരു പല സത്യങ്ങൾ, ഹിസ്റ്റോറിക്കൽ ട്രൂത്ത്സ് എടുക്കാനാണുള്ള ഒരു ശ്രമം. പക്ഷേ ഇക്കഴിഞ്ഞ ഒരു കുറച്ച് വർഷങ്ങളായിട്ട് അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓറൽ ഹിസ്റ്ററി ഇസ് ഈക്വൽ ടു ഹിസ്റ്ററി എന്നൊരു ഇക്വലൻസ് വരുന്നുണ്ട്. അത് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഹിസ്റ്ററി ബുക്കിൽ ഇല്ലെങ്കിൽ നമുക്കൊരു സമൂഹത്തിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിനെ പോയി ഇന്റർവ്യൂ ചെയ്ത് അവരുടെ ഓർമ്മകളും അനുഭവങ്ങളും നമ്മൾ എഴുതിയെടുത്താൽ അത് നമുക്ക് എല്ലാ ഗ്യാപ്സും ഫില്ല് ചെയ്യാൻ പറ്റും എന്നൊരു ഇപ്പൊ അപ്രോച്ച് തുടങ്ങി. അതിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഓറൽ ഹിസ്റ്ററി അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു വ്യക്തിനെ ഇന്റർവ്യൂ ചെയ്താൽ അല്ലെങ്കിൽ അവരോട് സംസാരിച്ചാൽ പലപ്പോഴും നമ്മൾ ഓർമ്മയിൽ നിന്നാണ് നമ്മുടെ അനുഭവങ്ങൾ ഏറ്റെടുക്കുന്നത്. പക്ഷേ എന്ത് ഓർക്കണം, എന്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ആരോടാണ് സംസാരിക്കുന്നത്, ഞാൻ എന്തിനു സംസാരിക്കണം, എൻ്റെ അനുഭവങ്ങൾ എന്തിനു പറയണം, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ. അപ്പൊ ആ ഒരു ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ 2 രീതിയിൽ ഓറൽ ഹിസ്റ്ററി ഉണ്ട്. നിങ്ങളിപ്പോ സമൂഹത്തിൽ വളരെയധികം സക്സസ്ഫുൾ ആയ ആൾക്കാരോട് പോയി ഇന്റർവ്യൂ ചെയ്താൽ പലരും വീമ്പിളക്കും, ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാൻ അങ്ങനെ ചെയ്തു. അപ്പൊ ആ ഒരു രീതിയിൽ ഒരു ഓർമ്മയെ പുതുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും ഇപ്പൊ നമ്മൾ കാണുന്നത് പല കീഴാള വർഗ്ഗങ്ങളിലും, പ്രത്യേകിച്ച് ഇപ്പോൾ തമിഴ്നാട്ടിലെ നാടാർ കമ്മ്യൂണിറ്റിയിലൊക്കെ പല ഹിന്ദു നാടാർസും കുറച്ച് വർഷങ്ങൾ മുമ്പേ പറഞ്ഞിരുന്നു നമുക്ക് നമ്മുടെ ചരിത്രത്തെക്കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കേണ്ട. ടെക്സ്റ്റ് ബുക്സിലൊക്കെ ഒരു കോൺട്രവേഴ്സി വന്നിരുന്നു. പ്രത്യേകിച്ച് ചാനാർ ലഹളയെ കുറിച്ച് പഠിപ്പിക്കണോ വേണ്ടയോ എന്ന് തമിഴ്നാട്ടിൽ ഒരു കോൺട്രവേഴ്സി വന്നപ്പോൾ പല ഹിന്ദു നാടാർസും പറഞ്ഞു നമുക്കത് പഠിപ്പിക്കേണ്ട, കാരണം അത് ഒരു ദയനീയമായ ചരിത്രമാണ്, നമുക്കതിനെക്കുറിച്ച് പറയേണ്ട, അത് വളരെ വിഷമമുള്ള കാര്യമാണെന്ന്. പക്ഷെ ക്രിസ്ത്യൻ നാടാർസ് പറഞ്ഞത് അത് നമ്മുടെ ഒരു റെസിസ്റ്റൻസിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഹിസ്റ്ററിയാണ്, അതുകൊണ്ട് അത് പഠിപ്പിക്കണം എന്നാണ്. അപ്പോൾ ഓരോ ഹിസ്റ്ററി തന്നെ പലരും അംഗീകരിക്കാത്ത ഭാഗങ്ങളും അല്ലാത്തതുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്നത് ഒരു ബ്ലെൻഡഡ് അപ്രോച്ചാണ്. നമുക്കൊരു ഒരു മിക്സ്ഡ് അപ്രോച്ച് ആയിട്ട്. അപ്പോൾ ഓറൽ ഹിസ്റ്ററിയും വേണം, പലയധികം ടെക്സ്ച്വൽ നെറേറ്റീവ്സും, പിന്നെ മഹമ്മൂദും ബിനിലും പറഞ്ഞ പോലെ ആത്മകഥകൾ അല്ലെങ്കിൽ പാട്ടുകൾ അല്ലെങ്കിൽ വേറെ പല കൾച്ചറൽ ടെക്സ്റ്റും അത് ഒരുമിച്ച് വായിച്ചാൽ നമുക്ക് പിന്നെ അത് കമ്പയർ ചെയ്യാനും അതിൽ എല്ലാത്തിനും ഒരു ആക്ച്വൽ ട്രൂത്ത് വേണ്ട, ദിസ് ഇസ് ദ 100% ട്രൂത്ത് എന്നൊരു അഭിപ്രായം വേണ്ട. നമുക്ക് അതിൽ തന്നെ എന്താണ് സത്യം തന്നെ എന്ന് ചോദിക്കാനുള്ള ഒരു എൻട്രി പോയിന്റും കൂടെയാണ്. അതെ, ഇൻഡിവിജ്വൽ മെമ്മറിയും സോഷ്യൽ മെമ്മറിയും ബ്ലെൻഡ് ചെയ്യാം. ഓറൽ ഹിസ്റ്ററിയിലെ ഒരു ഡെലിബറേറ്റ് അംനേഷ്യ അങ്ങനെ ഉണ്ടാവും. നമുക്ക് ഓർക്കാൻ ഇഷ്ടമില്ലാത്തതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ സപ്രസ് ചെയ്യും. ചിലതൊക്കെ ഡെലിബറേറ്റ് ആയിട്ടുള്ള എക്സാജറേഷൻസ് ഉണ്ടാവും. ശരിയാണോ? അല്ലെങ്കിൽ ഒരു വൂണ്ടഡ് മെമ്മറീസ് എന്നുള്ള ഒരു കൺസെപ്റ്റ്. വൂണ്ടഡ് മെമ്മറീസ്. ഡോക്ടർ മഹമ്മൂദിനോട് മാട്രിയാർക്കി അത്രയും സങ്കീർണമായിട്ടുള്ള വിഷയമാണ്. അപ്പോൾ ഈ ഇന്ത്യ സമുദ്ര തീരങ്ങളിലാണല്ലോ പൊതുവെ. ഡോക്ടർ കുര്യൻ തന്നെ ജാവ സുമാത്രയിലെ ഒരു പ്രത്യേക സമൂഹത്തെ പറ്റി പഠിച്ചിട്ടുണ്ട്. 7ഓളം മാട്രിയാർക്കൽ സൊസൈറ്റീസിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. നമ്മുടെ കൗതുകകരമായ വസ്തുത, ലോകത്തിൽ നിയമം മൂലം മാട്രിയാർക്കി നിരോധിച്ച ഏക സ്ഥലം കേരളമാണ്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ചരിത്രത്തിന്റെ വികാസ പരിണാമത്തിൽ താനെ കൊഴിഞ്ഞുപോയി അത് പാട്രിയാർക്കിയായി മാറുകയായിരുന്നു. അപ്പോൾ
ഇപ്പോഴാകട്ടെ താങ്കൾ പുരാ തത്വവിജ്ഞാനീയത്തിൻ്റെ വെളിച്ചത്തിലും മാനവശാസ്ത്രങ്ങളുടെ വെളിച്ചത്തിൽ മാട്രിയാർക്കിയെ സമീപിക്കുന്ന കൂടുതൽ പഠനങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വായിച്ചു. എന്തായിരിക്കാം ഈ മാതൃതായ ക്രമം ഇങ്ങനെ ഈ തീരപ്രദേശങ്ങളിൽ ഉരുത്തിരിയാനുള്ള ഒരു കാരണം ലഘുവായിട്ടൊന്ന് വിവരിക്കാമോ? ഇതിൽ രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, ആദ്യത്തെ എന്ന് വെച്ചാൽ പൊതുവെ മരുമക്കത്തായത്തെ പറ്റി നമുക്ക് പക്ഷെ തുടക്കത്തിൽ പറഞ്ഞ മാതിരി ഒരുപാട് ഡിസ്കോഴ്സസ് നടന്ന ഒരു ഫീൽഡാണ്. പക്ഷെ അതിൻ്റെ ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത് അധികം അത് ആന്ത്രോപോളജിസ്റ്റുകളോ സോഷ്യോളജിസ്റ്റുകളോ മറ്റുള്ള വളരെ അപൂർവം ചില ചരിത്ര കൃത്തുക്കളാണ് അതിനെപ്പറ്റി വർക്ക് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ലോ തുടങ്ങിയിട്ടുള്ള മേഖലയിലുള്ള. ഇതെല്ലാം ഞാൻ കാണുന്നത് ഏറെക്കുറെ ഒരു ആധുനിക കാലത്തിന് അല്ലെങ്കിൽ 1800 ശേഷമുള്ള മരുമക്കത്തായം ഒരു കണ്ടസ്റ്റഡ് ആയതിനു ശേഷം ഉള്ള ഈ കോടതി വ്യവഹാരങ്ങളെയും മറ്റൊക്കെ മുൻനിർത്തിയിട്ടുള്ള മരുമക്കത്തായത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ മുൻനിർത്തിയിട്ടുള്ള, അല്ലെങ്കിൽ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള വാദങ്ങളെ മുൻനിർത്തിയിട്ടുള്ള സ്രോതസ്സുകളെ അവലംബമാക്കിയിട്ടാണ് എഴുതപ്പെട്ടുള്ളത്. അപ്പൊ അതിന്റെ ഞാൻ അന്വേഷിക്കാൻ ശ്രമിക്കുന്നത് അതിന് മുമ്പുള്ള ഒരു സമയത്ത് മരുമക്കത്തായം എങ്ങനെ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതില് ചരിത്രകൃത്തുക്കൾ ആരും ഇതുവരെ അങ്ങനെ പഠനങ്ങൾ തീരെ ഇല്ല എന്നല്ല, പക്ഷെ പ്രത്യേകിച്ച് ഒരു ഇന്ത്യൻ മഹാസമുദ്ര തീരത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ള പശ്ചാത്തലങ്ങളിലോ ഇതെല്ലാം ഒരു കമ്പയർ ചെയ്തിട്ടും ഇപ്പൊ ഈ കേരളത്തിൽ മരുമക്കത്തായം നിലനിൽക്കുന്നത് മാതിരി അല്ലെങ്കിൽ അതിനേക്കാളേറെ ശക്തമായിട്ട് ഇന്തോനേഷ്യയിലെ സുമാത്രയിലെ മിനങ്കബാവു, അതേമാതിരി മലേഷ്യയിലെ നഗരി സമ്പിലാൻ തുടങ്ങിയിട്ടുള്ള പ്രവിശ്യകളിലെല്ലാം മരുമക്കത്തായം വളരെ ഊർജ്ജസ്വലതയോടെ നിലനിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം പരസ്പരം ബന്ധിച്ച് എങ്ങനെ പഠിക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള പഠനങ്ങളും വളരെ അപൂർവമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതില് ഞാൻ കാണുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഈ ഇന്ത്യൻ മഹാസമുദ്രം തന്നെയാണ് മരുമക്കത്തായ നിലനിൽപ്പിന് വലിയ ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ എന്നാണ് തോന്നുന്നത്. അത് ഞാൻ കുറച്ചുകൂടെ പ്രൊവോക്കേറ്റീവ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യൻ മഹാസമുദ്ര തീരങ്ങളിലെ എല്ലാ ഇടങ്ങളിലും മരുമക്കത്തായ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പിതൃതായ ക്രമം പിന്നെ വന്നതാണ്. അതിന് ഞാൻ ചെറിയൊരു ഉദാഹരണം മാത്രം പറയാം. മരുമക്കത്തായം എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പലതരത്തിലുള്ള മരുമക്കത്തായങ്ങളാണ്. നമ്മൾ പെട്ടെന്ന് കാണുന്ന ഒരു മരുമക്കത്തായല്ല. അതിലുള്ള ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് മാട്രി ലൊക്കാലിറ്റി എന്ന് പറയും. അതായത് കല്യാണം കഴിച്ച സ്ത്രീകൾ അപ്പോൾ അവിടെ ജീവിക്കുന്നതിൻ്റെ നമ്മൾ കാണുന്നത് ഈവൻ പോർച്ചുഗീസുകാർ പോലും ഇവിടെ വരുന്ന സമയത്ത് അവര് 16-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യൻ മഹാസമുദ്ര തീരങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ ഈ മാതൃതായ ക്രമത്തിൽ എങ്ങനെയാണോ അവർ കല്യാണം കഴിച്ച് കൂടുക എന്നത് മാതിരിയാണ്. കാരണം എന്താ, യൂറോപ്പിൽ നിന്നുള്ള സ്ത്രീകൾ അഗെയിൻ മുമ്പ് പറഞ്ഞ മാതിരി സ്ത്രീ സഞ്ചാരങ്ങൾ യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്ക് വരുന്നത് ഒരു 19-ാം നൂറ്റാണ്ടോടൊക്കെയാണ്. വളരെ അപൂർവമായിട്ടാണ് അതിന് മുമ്പ് വന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഘട്ടത്തിൽ നമുക്ക് ഈ ആളുകൾ, യൂറോപ്പിൽ നിന്ന് വരുന്ന ആളുകൾ ഇവിടെ നിന്ന് കല്യാണം കഴിക്കുന്നത് ഇവിടുത്തെ ഭാര്യ വീടുകളിലൊക്കെയാണ് താമസിക്കുന്നതും ഇതായിരുന്നു. ഇത് തന്നെയാണ് ഒരു 14-ാം നൂറ്റാണ്ടിൽ ഇപ്പോൾ ഈവൻ ഇന്ന് മരുമക്കത്തായം ഒട്ടും നിലനിൽക്കാത്ത ഒരു സ്ഥലമാണ് മാലിദ്വീപ്. മാലിദ്വീപില് ഇബ്നു ബത്തൂത്ത പോകുന്ന സമയത്ത് അദ്ദേഹം അവിടുത്തെ സമൂഹങ്ങളെ പറ്റി എഴുതുന്നത് മുഴുവൻ ഇന്ന് നമ്മൾ ഒരു മരുമക്കത്തായ സമുദായത്തെ എങ്ങനെ വിവരിക്കുന്നോ അതിന് സമാനമായ രീതിയിലാണ് അദ്ദേഹം മരുമക്കത്തായത്തെ പറ്റി. ഇത് ഏറെക്കുറെ പൂർണ്ണമായും പിതൃതായ ക്രമത്തിലേക്ക് മാറിയ ഒരു ജനവിഭാഗമാണ്. അതിനൊരു രാജ്യമാണ് മാലിദ്വീപ് എന്ന്. 2000-ലധികം ദ്വീപുകളുള്ള ഒരു സ്ഥലമാണ്. അപ്പോ എന്നത് മാതിരിയാണ് മറ്റുള്ള ഒരുപാട് സ്ഥലങ്ങളിലും നിലനിന്നിരുന്നത് എന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് ഞാൻ നോക്കുന്നത് മുസ്ലിം മരുമക്കത്തായ വിഭാഗങ്ങളെ പറ്റിയാണ്. പക്ഷെ അത് മുസ്ലിങ്ങൾ മാത്രമായിരുന്നില്ല, യൂറോപ്യനായിട്ടുള്ള ആൾക്കാരും അല്ലാത്ത ആൾക്കാരും ഒക്കെ ഇതിന്റെ പലതരത്തിൽ, അതിപ്പോ ഈ ബുദ്ധിസ്റ്റ് വിഭാഗങ്ങള് മെയിൻലാൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലൊക്കെ നമുക്ക് ആ തരത്തിൽ കാണാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. മൾട്ടിപ്ലിസിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് മാട്രിയാർക്കീസ്. നമുക്ക് ഈ ചർച്ച ചുരുക്കാമെന്ന് തോന്നുന്നു. ഞാൻ ക്രിസ്റ്റഫർ ഹിൽ, പ്രശസ്ത ബ്രിട്ടീഷ് മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ് ഗ്രൂപ്പിലെ റിക്കോപ്പ് സൊമാക്ക് അതിൻ്റെ വാലറ്റത്ത് ഉണ്ടായിരുന്നവരാണ്. E.P. തോംസൺ, ക്രിസ്റ്റഫർ ഹിൽ, അതുപോലെ ജോൺ സാവിൽ സാവൽ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ക്രിസ്റ്റഫർ ഹിൽ ചരിത്രത്തെ പറ്റി പറഞ്ഞ ഒരു കാര്യം, ചരിത്രം എല്ലാ കാലത്തും മാറ്റി എഴുതപ്പെട്ടുകൊണ്ടേയിരിക്കും. കാരണം ഭൂതകാലം മാറുന്നില്ല,
ഭൂതകാലം മാറുന്നില്ല, മാറ്റാനും പറ്റില്ല. വർത്തമാനകാലം നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ വർത്തമാനകാലത്തില് വളരെ കൂർമ്മ ബുദ്ധിയുള്ള ഈ ചെറുപ്പക്കാർ, അവർ ഭൂതകാലത്തിലേക്ക് നോക്കി അവർക്ക് മുൻപുള്ളവർ ചോദിക്കാത്ത ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ പുതിയ വ്യാഖ്യാനങ്ങൾ, പഴയ മുൻകാല പ്രതിഭകളുടെ പലതരത്തിലുള്ള ചരിത്ര വ്യാഖ്യാനങ്ങളും തിരുത്തപ്പെടും. ചിലപ്പോൾ അത് കുഴിച്ചുമൂടപ്പെടും, പുതിയ വഴികൾ തുറക്കപ്പെടും. അപ്പം ഭൂതകാലം മാറുന്നില്ലെങ്കിലും വർത്തമാനകാലം മാറിക്കൊണ്ടിരിക്കുക. ഇനി നമ്മുടെ കുട്ടികൾ, ഇവരുടെ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ പുതിയ ചോദ്യങ്ങളായി. അപ്പോൾ പുതിയ ചരിത്രങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ചരിത്രം എല്ലാ കാലത്തും, ഞാൻ പറയുന്ന ഹിന്ദുത്വം അല്ലെങ്കിൽ ആ രീതിയിലുള്ള സംഘങ്ങൾ ചരിത്രം മാറ്റി എഴുതുന്ന മാതിരിയല്ല. വർത്തമാനകാലം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് വർത്തമാനകാലത്ത് നമ്മെ അലട്ടുന്ന പല പ്രശ്നങ്ങളും ഭൂതകാലത്തിലേക്ക് നോക്കി നമ്മൾ ചോദിക്കും. അങ്ങനെയാണ് പുതിയ വ്യാഖ്യാനങ്ങളും പുതിയ പരിപ്രേക്ഷ്യങ്ങളും ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ചരിത്രത്തെ മറ്റൊരു രീതിയിൽ പറയുന്നത്, ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഒരു പെർസ്പെക്റ്റീവൽ നോളജാണ്. പെർസ്പെക്റ്റീവൽ, ഒബ്ജക്റ്റിവിറ്റി ഇല്ല, അവിടെ സബ്ജക്റ്റിവിറ്റി മാത്രമേ ഉള്ളൂ.